الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. میرے محترم دوستوں، بزرگوں، بھائیوں، اللہ جل جلالہ من ولہ کا بڑا احسان ہے کہ اس نے اپنے کرم سے ہمیں ایمان کی دولت سے نوازا ہے. ایمان کا مل جانا یہ اتنی بڑی دولت ہے کہ آج اس کی قیمت کا صحیح پتہ نہیں چل رہا ہے. حالانکہ ایمان ہی پر دنیا میں بھی اللہ کے بے شمار وعدے ہیں اور اللہ اپنے وعدے میں پکا ہے. اور آخرت تو ایمان والے ہی کے لیے ہے. یوم لا ينفع مال ولا بنون الا من اتى الله بقلب سلیم. جو قلب سلیم لے کر آئے گا، ایمان لے کر آئے گا، تو کیا ہوگا؟ ابھی ہم نے سنا فاما من اوتی کتابہ بیمینہ فیقول ها اقرؤوا کتابیہ انی ظننت انی ملاق حسابیہ فهو فی عیشۃ راضیہ فی جنۃ عالیہ قطوفها دانیہ کلوا واشربوا ہنیئا بما اسلفتم فی الایام الخالیہ انی ظننت انی ملاق حسابیہ. یہ ہے ایمان کہ میرا پورا یقین تھا ایک دن مجھے حساب و کتاب میرا ہونا ہے، اللہ کے دربار میں کھڑا ہونا ہے اور اللہ بلائیں گے، اکیلا بلائیں گے. آتی ہی فردا، اللہ کے سامنے مجھے کھڑا ہونا ہے. اس یقین نے مجھے عمل پر اٹھایا، اس یقین نے مجھے اللہ کی خشیت میرے دل میں پیدا کی. تو پھر یہ عمل کیے اور ہر عمل کو آخرت کو سامنے رکھ کر نہیں کیے. نحمده ونصلي على رسوله الكريم اما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാകുന്ന ദൗലത്ത്, സമ്പത്ത് അല്ലാഹു തആല നമുക്ക് നൽകി എന്നുള്ളതാണ്. അല്ലാഹു തആല ചെയ്ത നിഅമത്തുകളിൽ ഏറ്റവും വലുതാണ്. ദുനിയാവിൽ അതിൻ്റെ വില ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ പേരിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ദുനിയാവിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആഖിറത്തിൽ എന്നേക്കുമായുള്ള ജീവിതം തന്നെ ഈമാനുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. വേറുള്ളവർക്ക് അങ്ങനത്തെ ഒരു ജീവിതം തന്നെ ഇല്ല. ആഖിറത്തിൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായുള്ള വിജയം മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, ഈമാൻ്റെ അഹ്ലുകാർക്ക് മാത്രമാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി എന്ന് തുടങ്ങുന്ന ഖുർആന്റെ ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചിരുന്നു നിന്നെ കണ്ടുമുട്ടണമെന്നും വിചാരണയുടെ ഒരു നാളുണ്ടെന്നും വിചാരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചത്. ഭൂമിയിലെ മുഴുവൻ കർമ്മങ്ങളും അമലുകളും ചെയ്തികളുമെല്ലാം പടച്ചവന്റെ മുന്നിൽ പോയി വിചാരണ നൽകപ്പെടണമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി പടച്ചവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിച്ച അടിമകൾ, ആ അടിമകൾക്ക് വേണ്ടിയിട്ടാണ് എന്നേക്കുമായുള്ള സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ജീവിതം അല്ലാഹു തആല നൽകിയത്. ഓരോ മനുഷ്യരും ആതീഹിം ഫർദ, ഒറ്റക്കൊറ്റക്കായി പടച്ച തമ്പുരാന്റെ മുന്നിലേക്ക് വന്നു ചേരാനുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനുള്ളതാണ്. ആ ഒരു ഭയം, ആ ഒരു ഖശിയത്ത്, പടച്ചവനോടുള്ള ഒരു നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഒരു ബോധം, അതോടുകൂടിയാണ് മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് ഹക്കാണ്, അത് ഉറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് എന്നേക്കുമായുള്ള ആഖിറത്തിന്റെ ജീവിതമുള്ളത്. ഭൂമിയിൽ മനുഷ്യർക്കൊന്നും പ്രയോജനം, ആഖിറത്തിൽ മനുഷ്യന്റെ ഭൂമിയിലെ സമ്പത്തോ വസ്തുക്കളോ ഒന്നും പ്രയോജനം ചെയ്യുകയില്ല. അവിടെ പ്രയോജനം ചെയ്യൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
സമ്പത്തോ സന്താനങ്ങളോ ഒന്നും പ്രയോജനം ചെയ്യൂല സഹോദരന്മാരെ. മനുഷ്യൻ വാരിക്കൂട്ടി സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തോ അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ അധ്വാനത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി മക്കളെ ഏതെങ്കിലും ഉയർന്ന അവസ്ഥകളിൽ എത്തിച്ചതോ ഒന്നും ആ മനുഷ്യന് ഒറ്റയ്ക്ക് നാളെ റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഒന്നും പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിലുള്ള യഥാർത്ഥമായ ഈമാനോട് കൂടി വന്ന ഹൃദയത്തിൻ്റെ ഉടമകൾക്കല്ലാതെ മശ്ശറയിലെ ജീവിതം, ആഖിറത്തിലെ ജീവിതം ഒരിക്കലും ഒരു നിലയിലും പ്രയോജനം ചെയ്യുകയില്ല. जिस अल्लाह ने ये कायनात बनाई, आसमान बनाया, ज़मीन बनाई, उसी अल्लाह ने फरमाया वस्समाअ बनैनाहा बिअयदिन व इन्ना लमुस्लिऊन। हमने अपनी कुदरत से आसमान को बनाया है और बेहतरीन फैलाने वाले हैं। वल-अर्ज़ फरशनाहा फनिअमल माहिदून, ज़मीन हमने बिछाई है और बेहतरीन बिछाने वाले हैं। चांद बनाया, सूरज बनाया और फिर उसका इंतज़ाम किया। वश्शम्सु तजरी लिमुस्तक़र्रिन लहा, सूरज बराबर उस रास्ते पर चल रहा है जो अल्लाह ने मुतय्यन कर दिया। कोई मुल्क, कोई ताकत उसको एक बार बराबर में इधर उधर नहीं कर सकती। जैसे अल्लाह ने उसके लिए मुकर्रर कर दिया वैसे चल रहा है। लेकिन हज़रत मोहम्मद सल्लल्लाहु अलैहि वसल्लम ने पेशन गोई फरमाई है, एक वक्त आएगा उससे पहले पहले रुजू हो जाओ। वो वक्त आएगा तो फिर बंदे की कोई तौबा कबूल नहीं होगी। वो ये है कि जिस अल्लाह ने सूरज को हुक्म दिया है कि वो मशरिक़ से निकले, एक वक्त आएगा कि मगरिब से निकलेगा। अल्लाह ही का हुक्म होगा, मगरिब से निकलेगा तो तौबा का दरवाज़ा सब पर बंद हो जाएगा। और जिस अल्लाह ने चांद बनाया, वल क़मर क़द्दरनाहु मनाज़िल, उसके लिए उसने रास्ते मुतय्यन कर दिए। सूरज, चांद, सैयारे, सितारे, दरिया, सब उसने ये सारी चीज़ें बनाई है। बनाने वाला अल्लाह ही है, कहता है एक वक्त आएगा हम ख़त्म भी कर देंगे। वस्समावातु मत्विय्यातुन बियमीनिही, और ज़मीन के बारे में फरमाया इज़ा ज़ुल्ज़िलतिल अर्ज़ु ज़िलज़ालहा, ज़मीन पूरी तरह ज़लज़ले का शिकार होकर ख़त्म हो जाए। ज़मीन को ख़त्म कर देंगे, आसमान को ख़त्म कर देंगे। वइज़ा शम्सु कुव्विरत वइज़ा नुजूमु इंकदरत, सूरज बेनूर हो जाएगा, चांद का चांदना खत्म हो जाएगा। कुल्लु मन अलैहा फ़ान व यबक़ा वजहु रब्बिका ज़ुल जलाली वल इकराम, सब खत्म कर देंगे। चीज़ का बनाने वाला चीज़ के हकीकत से वाकिफ है। एक चीज़ खरीदने जाओ बाजार में, उसमें उसके बनाने की तारीख है और उसके ख़त्म होने की तारीख भी है। और इंसान कभी आगे पीछे भी हो जाता है, लेकिन अल्लाह, हाँ, अल्लाह का हर मामला बिल्कुल मुतय्यन है। ला यस्तअखिरुन साअतन वला यस्तक़दिमून, न आगे होगा न पीछे होगा। അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമുസിഊൻ, ആകാശത്തെ നമ്മളാണ് സൃഷ്ടിച്ചത്. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ, ഭൂമിയെ വിരിച്ചവനും അവനാണ്. എത്ര നല്ല വിരിയാണ് അവൻ വിരിച്ചത്. ആകാശങ്ങൾ അവൻ്റെതാണ്, ഭൂമി അവൻ്റെതാണ്, അവൻ്റെ നിർമ്മാണമാണ്. അവനാണ് അതിനെ നിർമ്മിച്ചത്, അവനെ സൃഷ്ടിച്ചത്. അവകളെ നിയന്ത്രിക്കുന്നവനും അവനാണ്. സൂര്യൻ, ഇത്ര വലിയ സൂര്യനെ നിയന്ത്രിച്ചവൻ, സൃഷ്ടിച്ചവൻ അവനാണ്, അതിനെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അതിന് നിർണിതമായ നിശ്ചയിച്ച സഞ്ചാര പദങ്ങൾ ഉണ്ടാക്കിയവൻ അവനാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ചന്ദ്രൻ അതിനും സഞ്ചാര പദങ്ങൾ, അതിന്റെ മനാസിലുകൾ അതിനെ നിർണയിച്ചവനും അല്ലാഹുവാണ്. ഇവകളെ നിർണയിച്ചു കൊണ്ട് നടക്കുന്നവൻ അല്ലാഹുവാണ്. ദുനിയാവിന്റെ ഒരു താക്കത്തിനും ഒരു ശക്തിക്കും സൂര്യനെ ഒരു മുടിന്റെ അളവിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാൻ ലോകത്തിന്റെ ഒരു താക്കത്തിനും സാധിക്കുകയില്ല. അതിന്റെ ഉടമസ്ഥൻ നിർണയിച്ച കൃത്യമായ സഞ്ചാര പദത്തിലൂടെ അത് സഞ്ചരിക്കുകയാണ്.
എന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, മനുഷ്യ ഒരു കാലഘട്ടം വരെ നിന്റെ തൗബ സ്വീകരിക്കും, അതിനുശേഷം നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഏതാണ് ആ സമയം? ഈ കൃത്യമായി ഭ്രമണ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനെ ഒരു ദിവസം ഞാൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കും. ഇന്നത് കിഴക്കിൽ നിന്ന് ഉദിക്കുന്നുണ്ട്, പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും, കിഴക്ക് അസ്തമിക്കും. അന്ന് നിന്റെ തൗബയെ സ്വീകരിക്കുകയില്ല. ഇതിന് കഴിവുള്ളവൻ ഏകനായ ഒരുവനായ ഇതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറൊരാൾക്കും സാധിക്കുകയില്ല. ചന്ദ്രൻ അവന്റെ കയ്യിലാണുള്ളത്. എപ്രകാരം അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തായാലും ഇതിന് ഒരു ദിവസം ഇതിന്റെ നാശവും ഇതിന്റെ പതനവും ഇതിനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു പറയാൻ, സൂര്യൻ അത് അതിന്റെ പ്രകാശം നഷ്ടപ്പെടും, ചന്ദ്രൻ ഉതിർന്നു വീഴപ്പെടും, അതെല്ലാം നശിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലുള്ളതെല്ലാം അതിനെയും അള്ളാഹു തആല നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അള്ളാഹു, നിലനിർത്താൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. മനുഷ്യർ പല വസ്തുക്കളെയും സൃഷ്ടിക്കുന്നുണ്ട്, പല വസ്തുക്കളെയും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിന് അതിന്റെ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു ഡേറ്റ് ഉണ്ടാവും, മാനുഫാക്ചറിങ് ഡേറ്റ്. അതേപോലെ തന്നെ അതിന്റെ കാലാവധി പൂർത്തിയാവുന്ന ഒരു ഡേറ്റും ഉണ്ടാവും. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ നിർമ്മിതികൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാഹു അവൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഇതൊരു ദിവസം നശിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ. ഒരു സെക്കൻഡ് മുന്തുകയോ ഒരു സെക്കൻഡ് പിന്തുകയോ ചെയ്യുകയില്ല. ഈ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കും. ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാനുള്ളതാണ്. അന്ന് മനുഷ്യരുടെ പതനം, മനുഷ്യരെല്ലാവരും ഭൂമിയിലുള്ളത് മുഴുവനും, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ബിൽ ജലാലി വൽ ഇക്റാം. ഭൂമിയിലുള്ളത് മുഴുവനും എല്ലാം നശിച്ചു പോകും. അന്ന് അല്ലാഹു അല്ലാതെ മറ്റൊന്നും ബാക്കി ഉണ്ടാവുകയില്ല. അല്ലാഹു മാത്രം ബാക്കിയാവുന്ന മുഴുവൻ സൃഷ്ടികളെയും നശിപ്പിച്ചു കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ വിശ്വാസവും അവന്റെ ചെയ്തികളും അവന്റെ കർമ്മങ്ങളും ആ മനുഷ്യന് ഉപകാരപ്പെടുക. फरमाया सुबह में उठो तो अल्लाह की कुदरत याद रहे, अल्लाह का नाम लेकर उठो, खुदा की तारीफ करते हुए उठो। खुद नहीं सोए सुलाया गया, खुद नहीं जाके जगाया गया। सोने वाला ये कहे अल्लाहुम्मा बिस्मिक अमूतु व अहया, ए अल्लाह अनामु वाहिद नहीं फरमाया, अनामु वस्तकिर ये नहीं फरमाया, अमूतु व अहया। नींद ये मौत की बहन है। सुलाने वाला अगर हमेशा सुला दे कौन जगा सकता है? हम रात में सोए थे, मौला ने जगाया तो हम जागे, वरना अगर वो सुला देता तो कहाँ जागते। हमारे यहाँ एक बहुत बड़े ताजिर थे, वो कभी जाते थे परचेस करके अपना माल का आते थे। एक मरतबा गए और रात बहुत देर से आए परचेस करके, अब सो गए, उठे नहीं। घर वालों ने समझा शायद रात देर हो गई थी, नींद आंख लग गई, यहाँ से सूरज निकल गया, कारोबार का वक्त हो गया। तो जाके जगाने लगे तो जाग नहीं रहे, हिलाते हैं तो हिल रहे हैं लकड़ी की तरह, घबरा गए। डॉक्टर बुलाया गया, डॉक्टर ने बताया 2 और 3 के दरमियान जरूर निकल गई। अगर सुलाने वाला जगाए नहीं तो कौन जगाएगा? न बाप जगाएगा बेटे को, न शौहर जगाएगा बीवी को, न डॉक्टर जगाएगा किसी को। तबारकल्लज़ी बियदिहिल मुल्क व हुवा अला कुल्लि शैइन क़दीर अल्लज़ी ख़लक़ल मौत वल हयात लियब्लुवकुम अय्युकुम अहसनु अमला व हुवल अज़ीज़ुल गफ़ूर। ये पहचानने के लिए अल्लाह ने मौत और हयात का सिलसिला रखा है कि अल्लाह को पहचानो। किसी करोड़पति के हाथ में भी मौत और हयात नहीं है। मौत का मालिक वो है, हयात का मालिक वो है। वो जगाए तो कोई सुला नहीं सकता, वो सुला दे कोई जगा नहीं सकता। तो उठे तो फरमाया कि अल्लाह की तारीफ करते उठो,
تمہاری صحت نے نہیں اٹھایا, تمہاری توانائی نے نہیں اٹھایا, اللہ نے اٹھایا. اس لیے تعریف کرو, الحمدللہ الذی احیانا بعد ما اماتنا والیہ النشور. موت دے کر اس نے زندگی دی. موت اور نیند میں فرق کیا ہے؟ فرق اتنا ہے کہ بے خبری میں دونوں برابر ہیں. سونے والا سو رہا ہے, مرنے والا مرا ہوا ہے, اس کے سامنے کوئی گزر جائے پتہ نہیں چلتا, کوئی کچھ کر لے پتہ نہیں چلتا. ہاں اتنا ہے کہ سونے والے کو جگاؤ تو جاگ جائے گا, اور مرے ہوئے کو جگاؤ تو جاگ نہیں سکتا. اتنا فرق ہے. تو سلایا کیا؟ موت دے کر, موت کی ایک شکل دے کر اللہ نے جگایا ہے. تو اس اللہ کی تعریف کرو, الحمدللہ الذی احیانا بعد ما اماتنا والیہ النشور. یہ بات فرمایا, آسمان کو دیکھو, کائنات کو دیکھو. وَيَتَفَكَّرُونَ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ رَبَّنَا مَا خَلَقْتَ هَذَا بَاطِلًا. دیکھو, سوچو کس نے بنایا ہے؟ ربنا, اے ہمارے رب تو ہی ہے, تو نے ان سب کو بنایا. یہ ساری چیزیں بنی ہیں لیکن کس کے لیے؟ یہ میرے لیے بنی ہے. انما الدنیا خلقت لکم, دنیا کو اللہ نے تمہارے لیے پیدا کیا. حضور صلی اللہ علیہ وسلم تمہارا, اور مجھے تو اللہ تو نے اپنے لیے بنایا ہے. وما خلقت الجن والانس الا لیعبدون. ربنا, اے رب تو ہی ہے, سب کا خالق تو ہی ہے, میرا خالق بھی تو ہی ہے. ہاں, فقنا عذاب النار. کس کے لیے پیدا کیا مجھے؟ وَأَنَّكُمْ خُلِقْتُمْ لِلْآخِرَةِ. تم کو اللہ نے آخرت کے لیے پیدا کیا, دنیا کے لیے نہیں. ہاں, کن فی الدنیا کانک غریب او عابر السبیل. ہم آگے چل رہے ہیں, آخرت کے لیے دنیا میں بھیجا ہے. تو کہا کہ فقینا عذاب النار فوالذی نفسی بیدی ما بعد الموت من مستعتب ولا بعد الدنیا دار الا الجنت او النار. حضور صلی اللہ علیہ وسلم نے فرمایا, اس ذات کی قسم جس کے قبضے میں میری جان ہے. حضور صلی اللہ علیہ وسلم فرماتے کہ مرنے کے بعد کوئی جائے مفر نہیں, مرنے کے بعد کوئی گھر نہیں سوائے دو گھروں کے. ایک گھر کا نام جنت ہے, ایک گھر کا نام جہنم ہے. اے اللہ, تو مجھے جہنم سے بچا لے اور جنت میں داخل. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല മരണത്തിന് സമാനമായ ഉറക്കിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹുവിനാണ് മുഴുവൻ സ്തുതികളും. മുഴുവൻ സ്തുതിയുടെയും അർഹൻ അല്ലാഹുവാണ്. ഉറക്കം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ അല്ലാഹു ഉറക്കിയാൽ പിന്നെ അയാളെ എഴുന്നേൽപ്പിക്കേണ്ടവനും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നയാൾ പറയുന്നത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു എന്നാണ്. സത്യത്തിൽ അല്ലാഹുമ്മ ബിസ്മിക അനാമു വഅസ്തൈഖിദ്, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നു എന്നല്ല പറയുന്നത്. ഉറക്കം എന്നുള്ളത് മരണത്തിൻ്റെ സഹോദരിയാണ്, മരണത്തിനോട് സമാനമായി കിടക്കുന്നതാണ്. ഉറക്കവും മരണവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഉറങ്ങുന്നയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചയാൾ മരിച്ചു. അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാളൊന്നും പറയുകയില്ല. അയാൾ അടുത്തുകൂടി ആരെങ്കിലും നടന്നു പോയാൽ അയാൾ അറിയുകയുമില്ല. പക്ഷെ ഉറങ്ങുന്ന ആളെ ചിലപ്പോൾ നമ്മൾ തട്ടി ഉണർത്തിയാൽ അയാൾ ഉണരും, മരിച്ചയാൾ ഉണർത്തിയാൽ അയാൾ ഉണരുകയില്ല. പക്ഷെ മരണത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഉറക്കം എന്നുള്ളത്. അള്ളാഹു ഒരാളെ ഉറക്കത്തിൽ അതേ നില തുടർത്തിയാൽ ലോകത്തൊരാൾക്കും അയാളെ ഉണർത്താൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിലൊരു വലിയ കച്ചവടക്കാരനുണ്ടായി. അദ്ദേഹം പർച്ചേസിങ്ങിന് വേണ്ടി ദൂരെ യാത്ര ചെയ്യും. അങ്ങനെ സാധനങ്ങൾ വാങ്ങി ഒരു ദിവസം വന്നപ്പോൾ വഴുകിപ്പോയി. അദ്ദേഹം വിശ്രമിച്ചു, ഉറങ്ങി വീട്ടിൽ. പക്ഷെ രാവിലെയായി, എഴുന്നേൽക്കുന്നില്ല. വീണ്ടും നേരം വെളുത്തു, പ്രകാശം വരുന്നു, എന്നിട്ടും എഴുന്നേൽക്കുന്നില്ല. ഏകദേശം കടയിലേക്ക് പോകാനുള്ള സമയം അടുത്തു, എഴുന്നേൽക്കുന്നില്ല. ആദ്യം വീട്ടുകാർ വിചാരിച്ചത് രാത്രി നേരം വഴി ഒന്ന് ഉറങ്ങിയതിൻ്റെ പേരിൽ ഉറക്കക്ഷീണം ഉണ്ടാവുമെന്നാണ്. പക്ഷേ കടയിലേക്ക് പോകാനുള്ള സമയമായിട്ടും എഴുന്നേക്കാതായപ്പോൾ ഒന്ന് പോയി വിളിച്ചു നോക്കുമ്പോൾ അയാളെ ഇളക്കുമ്പോൾ തടിക്കഷ്ണം ഇളകുന്ന പോലെ ഇളകുന്നുണ്ട്. ഡോക്ടറെ കൊണ്ടുവന്നു. അയാൾ പരിശോധിച്ചു. അയാൾ പറഞ്ഞു 2 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ ഇയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ ഉറങ്ങിയാൽ അയാളെ എഴുന്നേൽപ്പിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്ത ഒരാളെ കൊണ്ടും എഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല.
മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മരണവും ജീവിതവും തന്നത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണമാണ്. ദുനിയാവ് നീ ഒരു പരദേശിയെ പോലെ ജീവിച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു പരീക്ഷണത്തിന്റെ സ്ഥലം മാത്രമാണ് ദുനിയാവ്. ദുനിയാവും അതിലെ മുഴുവൻ വസ്തുക്കളും അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇന്നമാ ഖുലിഖത്തിദ് ദുനിയ ഇന്നമാ ഖുലിഖത് ലക്കുമുദ് ദുനിയ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദുനിയാവിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഅൻതും ഖുലിഖ്തും ലിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നിങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ മുഴുവൻ വസ്തുക്കൾ ഇത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മനുഷ്യൻ അവന്റെ മരണത്തോടു കൂടി പിന്നെ അവനൊന്നുമില്ല. ഈ നിലയിൽ മരണത്തിന് സമാനമായ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തണം, അവനെ പുകഴ്ത്തണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. മരണത്തിന് സമാനമായ ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവനിലേക്ക് തന്നെയാണ് ഇനി മടക്കമുള്ളത്. അങ്ങനെ നീ കണ്ണു തുറന്നാൽ ആകാശങ്ങളും ഭൂമിയും അതിലുള്ള മുഴുവൻ വസ്തുക്കളും നീ കാണുന്നുണ്ട്. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നീ ഇതിനെ കണ്ടിട്ട് നിന്റെ റബ്ബിനെ മനസ്സിലാക്കണം. ആകാശഭൂമികളുടെ സൃഷ്ടികൾപ്പിനെ പറ്റി അവർ ചിന്തിക്കുന്നവരാണ്, അവർ ആലോചിക്കുന്നവരാണ്. ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഈ സൂര്യനും ചന്ദ്രനും എന്തിനുള്ളതാണ്? അങ്ങനെ ആഖിറത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല. രാവിലെ എഴുന്നേറ്റ് ഈ പ്രപഞ്ചവും ഇതിലെ മുഴുവൻ വസ്തുക്കളും നീ കാണുമ്പോൾ നീ പറയണം, ഇതിനെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക, നീ പരിശുദ്ധവാനാണ്. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഒരു മനുഷ്യന്റെ മരണത്തോടു കൂടി പിന്നെ അവന് രക്ഷപ്പെടാൻ ഒരു സ്ഥലവുമില്ല, അവന് താമസിക്കാൻ വേറെ ഒരു വീടുമില്ല. രണ്ട് വീടല്ലാതെ ഒന്നുകിൽ നരകമായിരിക്കും അല്ലെങ്കിൽ സ്വർഗമായിരിക്കും. ഈ രണ്ടാലൊരു വീടല്ലാതെ ഒരു വീടേ മനുഷ്യർക്കില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അള്ളാഹുവിന്റെ അടുക്കൽ പോയി മനുഷ്യന്റെ ജീവിതത്തിന്റെ കണക്ക് പറയാനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അവന്റെ നരകത്തെ പറ്റിയുള്ള ബോധം, ചിന്ത, അതുകൊണ്ടാണ് അവൻ പറയുന്നത് വഖിനാ അദാബന്നാർ, പടച്ചവനെ നരകശിക്ഷയിൽ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൃഷ്ടികളെ കണ്ടിട്ട് സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കി അവനെ വഴിപ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്ത് നരകത്തിന്റെ തീനാളുകളിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് സത്യത്തിൽ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. हुजूर नबी करीम सल्लल्लाहु अलैहि वसल्लम ने हर अमल की इब्तिदा में जो दुआएं उम्मत को सिखाई हैं कि जिसमें अल्लाह का नाम लेने को कहा गया, वो ईमान वाले के ईमान में मजबूती लाने के लिए ये अमल मेरे मुआफिक बनेगा नहीं जब तक कि अल्लाह न बनाना चाहे। यहाँ तक कि सवारी में बैठे, सवारी पूरी बेहतरीन है और कई मरतबा चला चुके हैं, लेकिन याद रखो ये सवारी तुम्हारे काबू में आएगी, अल्लाह के करने से आएगी। और सुभान अल्लाह, वो अल्लाह हर ऐब से पाक, सखर लना हादा, कि इसको अल्लाह ने मेरे ताबे किया। ये जानवर क्या ताबे हो सकता था, लेकिन ताबे किया। और ये निकलने वाला पानी एक पानी की तरह है, पेट्रोल, वो क्या काम कर सकता था? अल्लाह ने उसको ताकत रखी। इसलिए कहो सखर लना हादा, ये हमारे ताबे किया। उमा कुन्ना लहू मुकरिनीन, ये हमारे काबू में आने वाला नहीं था। और एक वक्त आएगा इन्ना इला रब्बिना लमुनक़लिबून। ईमान वाले के ईमान को बनाया, और ईमान के बनने की अलामत यह है कि उसे अपनी आखिरत याद है।
ہم سب کو ایک دن جانا ہے اللہ کے دربار میں، اور اس کو نہ بھولنا. تم جا رہے ہو یہاں سے وہاں تک، ایک مقام سے دوسرے مقام تک جا رہے ہو، لیکن ایک وقت آئے گا کہ ہمیشہ کے لیے اصل مقام پر تم جاؤ گے، وہاں سے پھر لوٹ کر نہیں آؤ گے. لیکن وہ اپنے دھیان میں رکھے. تو سواری پر بٹھایا تو اللہ کی یاد دہانی کرائی. گھر سے نکلو تو اللہ کا نام لو، گھر میں داخل ہو تو اللہ کا نام لو، کھانے پر بیٹھو تو اللہ کا نام لو. یہ کھانا ہے، میرا پیٹ بھر دے گا، قوت آئے گی نہیں. اللہ کے لانے سے آئے گی قوت. اس لیے اس سے کہو بسم اللہ، تیرے نام سے کھانا. کھا کر اس کی تعریف کرو، کھلا کر تمہیں صحت دیا. الحمدللہ الذی اطعمنا وسقانا وجعلنا من المسلمین. اس نے کھلایا پلایا اور اس کی تعریف کرنے کے قابل بنایا، یعنی مسلمان بنایا. ورنہ کتنے لوگ کھاتے ہیں، آپ لوگ بھی سنے ہوں گے، ادھر کھائے کہ خبر آ رہی ہے کہ ان کا انتقال ہو گیا. وہ کیا ہو گیا؟ کیا ٹھسکا لگا، پانی پیے تھے کہ گھونٹ کے اس پر ان کی زندگی بدل گئی اور انتقال ہو گیا. کھا کر موت کے منہ میں جا سکتا ہے انسان. اس لیے اللہ کی تعریف کرو. تو ہر عمل پر حضور صلی اللہ علیہ وسلم نے اللہ کی یاد دہانی کرائی تاکہ ایمان کہیں ادھر ادھر نہ ہو جائے، سو کر اٹھے. تو حضور پاک صلی اللہ علیہ وسلم کا معمول تھا، یہ پڑھتے تھے اللہم انی اعوذ بک من ان اذل او ذل او اذل او ذل او اظلم او اظلم او اجہل او یجہل علی او کما قال. تو حضور صلی اللہ علیہ وسلم، اے اللہ تو مجھے بچھڑ جانے سے، ڈگمگا جانے سے بچا لے، گمراہی سے بچا. اللہ کے نبی حضور صلی اللہ علیہ وسلم ہماری تعلیم کے لیے. تو یہ سارا کا سارا اللہ نے ایمان دیا اور ایمان کی حفاظت کا انتظام کیا. کتنا بڑا کریم ہے، کتنا بڑا مہربان اللہ ہے. ایمان بھی دیا اور ایمان کی حفاظت کا انتظام بھی کیا. اور نماز، حضور پاک صلی اللہ علیہ وسلم تہجد کے لیے اٹھے، تہجد پڑھنے جا رہے ہیں، اللہ سے دعا کر رہے ہیں اللہم اجعل فی عینی نورا وفی بصری نورا وفی سمعی نورا وفی اذنی نورا وفی لحمی نورا وفی دمی نورا وفی شامی نورا وفی عظمی نورا وعن یمینی وعن شمالی وعن امامی ومن خلفی ومن فوقی ومن تحتی اللہم اجعلنی نورا اللہم اجعلنی نورا. کیا معنی؟ نور، نور کے معنی وہی ایمان ہے. اے اللہ میرے ایمان کو بڑھا. آنکھوں میں ایمان، زبان پر ایمان، کانوں میں ایمان، ایسا نور بنے. تو پھر اللہ سے دعا کر رہے ہیں کہ ایمان کی حفاظت کرو. സഹോദരന്മാരെ സ്നേഹിതന്മാരെ, മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ ഓർമ്മയിലും ചിന്തയിലുമായിരിക്കണം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ഓർമ്മയിലാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങേണ്ടത്. കാരണം അവനെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. മുഴുവൻ കാര്യങ്ങളും സാധിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിനെ കൊണ്ടാണ്. ഉറക്കത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓർമ്മയാണ്. അത് വലിയ നിയമത്താന്ന് പറഞ്ഞത് അറിയാതെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പോയി ചേർന്നിരുന്നു. ഇത് അവിടൊക്കെ വിടവുകളുണ്ട്. ചേർന്നിരുന്നാൽ തന്നെ ഉറക്കം പോകും. ആരും ഉറങ്ങാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരില്ല. ഉറങ്ങാതിരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഉറങ്ങൽ കുറ്റല്ല, അറിയാതെ ഉറങ്ങി പോണതാണ്. ഞാനിരുന്നാലും ഉറങ്ങിപ്പോകും. പക്ഷെ തൊട്ടു മുമ്പിൽ ഒരാൾ ഉറങ്ങുകയാണ് എന്നിട്ട് അയാളെ വിളിച്ചോട്ടാതിരിക്കാറുണ്ട്. അതെത്ര ഒരു ഡ്രൈവർ ഉണ്ട്, മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഡ്രൈവർ ഇങ്ങനെ ഉറങ്ങണേ, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിൽക്കും വിചാരിക്കും. അയാൾ ഉണർത്തു, മാഷാ എല്ലാവരും ഉണർന്നു. കുറച്ച് ചേർന്നിരുന്നു. ഇതിൻ്റെ ആദ്യം ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഇത് ഉറക്കത്തിന് മനസ്സിലായി. കാരണം നിങ്ങളെല്ലാവരും ഗ്യാപ്പ് ഇട്ടാണ് ഉറങ്ങുന്നത്. അഥവാ തല താറ്റിയാൽ മറ്റാളെ മുതുകുമ്മൽ തട്ടരുതെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് ചേർന്നിരുന്നുണ്ട്. ആർക്കും കൂടുതൽ ഉറക്കുണ്ടോ ഒരു തൊട്ടടുത്തിരുന്നുണ്ട്. എന്നാൽ മറ്റേ ആളെ തോളിൽ തല വരുമ്പോൾ അയാൾ എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവും. മാഷാ വഴി കുറച്ച് കയറി. ഈ ഡ്രാമ കളിക്കുന്ന ആളുകൾക്കാണ് ദൂരം ആവശ്യം.
മാജിക് ഷോ കളിക്കുന്ന ആളോട് പറയാം, അയാൾ എപ്പോഴും പറയും വിട്ട് നിൽക്കാനാണ് പറയാം. കാരണം അയാൾക്ക് പറയാം കളിയൊക്കെ കളിക്കാൻ. ദീനിന്റെ മജ്‌ലിസിൽ എന്ത് മാജിക്കാണ്? ഒന്നുമില്ല. അതുകൊണ്ട് ചേർന്നിരിക്കുക, മുന്നിൽ വന്നിരിക്കുക. മാഷാ അല്ലാഹ്, ഈ മജ്മ നല്ല മജ്മയാണ്. മറ്റേ ഈ സൈഡിൽ കുറേ ഉണ്ടാവും, ഈ സൈഡിൽ കുറേ ഉണ്ടാവും. ചുളിവിലും അങ്ങനെ ഒരു ഐഡിയക്കും വന്നിരിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും സൈഡിലിരിക്കുക. പോകേണ്ടി വരും. ഒരെന്തെങ്കിലും ഗഫ്ലത്ത് ആഗ്രഹിക്കും. ഞാൻ നിങ്ങളോട് തുറന്ന് വരുന്നത്തേക്ക് പറഞ്ഞതല്ല, എന്നേക്കുമായി പറയാം. എപ്പോഴും രണ്ട് സൈഡിലും ദൂരത്തിരിക്കുന്ന ആൾക്കാർ ഒരെന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇതിന് ഫുള്ള് വാരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ മുന്നിൽ കാണാം. കാരണം ഈ മോലാനും നോക്കല് ഞാനും നോക്കലൊക്കെ മുന്നിൽ കഴിക്കും. കണ്ണിന്ന് കണ്ണിലേക്ക് ചില സാധനം കയറാനുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മാഷാ അല്ലാഹ് ഇത് കറക്റ്റാണ്. സാധാരണ ഇത്ര വിശാല പള്ളിയിലെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, അവിടെ കുറച്ച് ആൾ നിന്നോണ്ട് കാലിയുണ്ടാവും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏതാനും സമയം കൊടുക്കുകയാണ് നന്നാക്കി. അത് കൃത്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും കയറണം. ഒരു പാത്രം ഒരു പൈപ്പിന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചത് വാങ്ങുന്നത് പോലെ വാങ്ങണം. മാഷാ അല്ലാഹ് എല്ലാവരും ഉണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ഉറക്ക നിയമത്ത് തന്നെയാണ് അൽഹംദുലില്ലാഹ്. ഉണരലും അള്ളാന്റെ നിയമത്തിന്, അല്ലെങ്കിൽ ഉറങ്ങി അങ്ങനെ പോകും. അവിടെ മുഅ്മിൻ അവന്റെ എല്ലാ അമലുകളെയും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണം. എല്ലാ അമലുകളും. കാരണം ഇതിന് പൂർത്തീകരണം എങ്ങനെയെന്ന് അറിയില്ല. മുഅ്മിൻ അവൻ വാഹനത്തിൽ കയറി ഉടനെ പറയും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറി സുബ്ഹാൻ, അവൻ എല്ലാ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അവൻ പരിശുദ്ധവാനാണ്. അല്ലദീ സഖറ ലനാ, അവൻ ഇതിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വാഹനം അത് നമ്മുടേതാണ്. നമ്മൾ ഒരുപാട് തവണ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ യാത്രകളും ഒരുപോലെ അയക്കണമെന്നില്ല. മൃഗങ്ങൾ അതിന് സ്വന്തമായി ജീവനുണ്ട്, അതിന് സ്വന്തമായി പല രീതികളുണ്ട്. പക്ഷെ അത് ഈ മനുഷ്യൻ അയാളെ നിയന്ത്രിക്കുന്നത് പോലെ അയാൾ ആ മൃഗത്തിനെ കിട്ടുന്നുണ്ട് അയാൾക്ക്. അതിനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. ഈ വാഹനത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് അവൻ പരിശുദ്ധവാനാണ്. സഖറ ലനാ, അവൻ കീഴ്പ്പെടുത്തി തന്നു. മുമ്പ് കീഴ്പ്പെടുത്തി തന്നു, ഇപ്പൊ കീഴ്പ്പെടുത്തി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെങ്ങാനും കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിലോ? മൃഗത്തിന് കുറച്ചൊക്കെ ഒരു ബുദ്ധിയെങ്കിലും ഉണ്ടാവും. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനത്തിന് ഒരു ബുദ്ധിയില്ല. ഇരുമ്പിന്റെയും തകിടിന്റെയും ഒക്കെ കഷ്ണങ്ങളാണ്. അതിനൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി തരാൻ നമ്മൾ വിചാരിച്ചെടുത്തുന്ന ചവിട്ടുമ്പോൾ നിൽക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതൊന്നും നമ്മളാരും കയ്യിലല്ല. ഇതിനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇതിനെ കീഴ്പ്പെടുത്താൻ നമ്മൾ ആരും കഴിവുള്ളവരായിരുന്നില്ല. പടച്ചവനെ, ഇതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നീ നിന്റെ കുതിരത്ത് കൊണ്ട്, കഴിവുകൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്തി തന്നതാണ്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് പെരുമ്പാവൂരിൽ ഉദാഹരണത്തിന് ആലു വരെ പോകണം, അത് അവിടെ വരെ പോയി അവിടെ തിരിച്ചു വരും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ തുടർന്ന് അങ്ങോട്ട് പറയണേ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചവനെ, തീർച്ച ഞങ്ങൾ എല്ലാവരും ഈ യാത്ര നിന്നിലേക്ക് മടങ്ങി വരാനുള്ളതാണ്. എന്ന് വെച്ചാൽ മുഅ്മിൻ അവന്റെ മുഴുവൻ കാര്യങ്ങളിലും അവന്റെ ആഖിറത്തിനെ പറ്റി ചിന്തിക്കുന്നവരാണ്, അവന്റെ ആഖിറത്തിനെ പറ്റി ഓർക്കുന്നവരാണ്. അവനൊരു മടക്കമുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങി വരാനുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിൻ അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവനാണ്. അവൻ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോഴും അള്ളാഹുവിനെ അവൻ ഓർക്കുന്നു. കാരണം അള്ളാഹുവിനെ ഓർക്കലല്ലാതെ വേറെ വഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ തങ്ങളുടെ ദുആ ഉണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഐനി നൂറാ വഫീ സബ്ഇ നൂറാ വഫീ ജസദി നൂറാ വഫീ അൽമി നൂറാ വഫീ ലഹ്മി നൂറാ എന്ന് തുടങ്ങി നബി തങ്ങളുടെ ഒരു നീണ്ട ദുആ ഉണ്ട്. പടച്ചവനെ, എൻ്റെ കണ്ണിന്, എൻ്റെ ചെവിക്ക്, എൻ്റെ നാവിന്, എൻ്റെ ശരീരത്തിന്, പടച്ചവനെ എൻ്റെ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത്, മുൻഭാഗത്ത്, പിൻഭാഗത്ത്, എൻ്റെ മുകളിൽ, എൻ്റെ താഴെ, എൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീ നൂറാക്കണേ. അല്ലാഹുമ്മ ജഅൽനി നൂറാ, പടച്ചവനെ എന്നെ തന്നെ നീ പ്രകാശമാക്കണേ. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ നൂർ? സർമരെ, ഈ നൂറാണ് ഈമാൻ. പടച്ചവനെ, എനിക്ക് ഈമാൻ തരണേ, ഒരു വെളിച്ചം തരണേ, ഒരു പ്രകാശം തരണേ.
ആ പ്രകാശം ഉണ്ടെങ്കിൽ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ചെന്നു ചേരും. അവനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനും അവനെ കണ്ടെത്താനും കഴിയുന്ന ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അതെനിക്ക് തരണേ. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമ്പോഴേക്കും ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, ഞാൻ വഴികെട്ടു പോകുന്നതിന് തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ ആളുകളെ വഴികെടുത്തുന്നതിന് തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ അറിയാതെ വേറെ ആരെങ്കിലും എന്നെ കണ്ടിട്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് വഴികേടിലായി പോകുന്നതിന് തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ സ്വന്തമായി എൻ്റെ കാൽ വഴുതി പോകുന്നതിന് തൊട്ടും മറ്റുള്ളവരെന്നെ വഴുതിക്കുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുന്നു. ഔ അസില്ല ഉസല്ല ഔ അദ്ലിമ ഉദ്ലമ. ഞാൻ ആരോടെങ്കിലും അക്രമം ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. എൻ്റെ കൈ, എൻ്റെ നാവ് ഒക്കെ എവിടെയെങ്കിലും ആരെങ്കിലും അക്രമം ചെയ്യപ്പെട്ടു പോകുന്നതിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഔ ഉദ്ലമ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും എന്നോട് അക്രമം ചെയ്യപ്പെടുന്നതിനെ പറ്റി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഔ അജ്ഹല യുജ്ഹല അലയ്യ. ഞാൻ സ്വന്തമായി എന്തെങ്കിലും അവിവേകം ചെയ്യുന്നതിന് തൊട്ടും മറ്റുള്ളവരുടെ അവിവേകങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. സാർമാർ, സ്നേഹമാരെ, അള്ളാഹു അവൻ എത്ര കരുണയുള്ളവനാണ്, അവൻ എത്ര കരീമാണ്, എത്ര ഔദാര്യവാനാണ്. നമുക്ക് അള്ളാഹു ഈമാൻ നൽകി, നമുക്ക് ഈമാൻ നൽകി, ഈമാനെ സംരക്ഷിക്കാനുള്ള വലിയ കവചവും നൽകി. ഈ ദുആകളെല്ലാം നമ്മളെ ഈമാനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരാൾ ആഹാരം കഴിച്ചു, സാർമാരെ, നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആഹാരം കഴിച്ച് ഞാൻ ശക്തനാകുന്നു. ഇല്ല സഹോദര, ആഹാരത്തിലൂടെ ശക്തി കിട്ടുന്നില്ല. ശക്തി നൽകുന്നവൻ അല്ലാഹുവാണ്, വയറ് നിറക്കുന്നവൻ അല്ലാഹുവാണ്. എത്രയോ ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആഹാരം കഴിച്ചു, തൊണ്ടയിൽ കുടുങ്ങിപ്പോയി, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആൾ മരിച്ചുപോയി. ആഹാരം ജീവിക്കാൻ വേണ്ടി കഴിക്കാണ്, പക്ഷെ ആഹാരം വഴിയായി ആൾക്കാർ മരിപ്പിക്കുന്ന അല്ലാഹു. ആരോഗ്യത്തിന്റെ മുഖങ്ങളിൽ നിന്ന് മരണം കൊണ്ടുവരുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മുസ്ലിമീൻ. അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിക്കുകയും എന്നെ കുടിപ്പിക്കുകയും ചെയ്തവൻ നീ പരിശുദ്ധവാനാണ്. പടച്ചവനെ, നിനക്കാണ് പരിശുദ്ധി. എൻ്റെ സമയാസമയം എനിക്ക് ആഹാരം നൽകിയവൻ, ഞാൻ കഴിക്കുന്ന ആഹാരത്തിന് അതിലൂടെ എനിക്ക് ആരോഗ്യം നൽകുന്നവൻ എല്ലാം നീയാണ് പടച്ചവനെ. വജഅലനാ മുസ്ലിമീൻ, എന്നെ മുസ്ലിമീങ്ങളിൽ നീ ഉൾപ്പെടുത്തി പടച്ചവനെ. എന്ന് വെച്ചാൽ നിന്നെ ഓർക്കുകയും നിന്നെ സ്മരിക്കുകയും നിന്നിൽ ഈമാൻ കൊള്ളുകയും നിന്നെ സ്തുതിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നീ എന്നെ ആക്കിയല്ലോ പടച്ചവനെ. എത്രയോ ആൾക്കാരുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ അയാൾ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നില്ല. അവർ അല്ലാഹുവിനെ മറന്നിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഭക്ഷണം കഴിച്ചാലും ഉറങ്ങിയാലും എഴുന്നേറ്റാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലായ്പ്പോഴും നിന്നെ ഓർത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമീങ്ങളിൽ നീ എന്നെ ആക്കിയല്ലോ പടച്ചവനെ. സാർമാർ, സ്നേഹമാരെ, അല്ലാഹു വലിയ കരീമും ഔദാര്യവാനുമാണ്. അവൻ നമുക്ക് ഈമാൻ നൽകി. ഈമാനെ ഹിഫാദത്ത് ചെയ്യാൻ, ഈമാനെ സൂക്ഷിക്കാനുള്ള വഴികളെയും അല്ലാഹു തന്നു. സാർമാരെ, ഈ വഴിയാണ് എപ്പോഴും നമുക്ക് ഓരോരോ സമയത്തും ഓരോരോ കാര്യങ്ങളിലും അല്ലാഹുവിനെ ഓർമ്മിക്കാനുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതങ്ങളിൽ തന്നുകൊണ്ടേയിരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാവും, നമ്മുടെ ഈമാനിനെ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനും അവനെ കുറിച്ച് ചിന്തിക്കാനും ഈമാനെ നിലനിർത്താനുമുള്ള അവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകിയത്. मेरे दोस्तों और बुजुर्गों, इस मुबारक दावत के जरिए ये बात चाही जाती है, अल्लाह ताला हमारे अंदर की कैफियत जो हमारी बन रही है, अल्लाह इनको फिल्टर करे। यानी पानी है ना, पानी, हालांकि पानी मामूली चीज है, लेकिन जमाना तरक्की कर रहा है। अब पानी पैसा देकर पानी पिएंगे, रकम देंगे उसे। हालांकि एक जमाना था हमारे बचपन में, पानी को खरीदा जा सकता है ये तसव्वुर भी नहीं था। और आज के जमाने में बगैर खरीदे पानी नहीं पिया जाता। मैं क्या कहूँ, कहा ये फिल्टर है, हाँ ये वाटर फिल्टर वाटर है, फलां कंपनी का है। पानी के लिए फिल्टर चाहिए। मेरे दोस्त और बुजुर्गों, अंदर के कैफियत और अंदर की माया अगर इसी तरह ये मिलती रही कदरतों के साथ, तो फिर इसका क्या होगा? वहां तो फिल्टर के बगैर इसको कबूल नहीं किया जाएगा। लायक को माल वाला करूं,
یہ تو بالکل اللہ کے لیے، اس میں کسی اللہ کے علاوہ کوئی داخل نہ ہو، ایسا ایمان خالص۔ میرے دوست اور بزرگوں، اپنے ایمان کو ایسا بنانا، اس کے لیے ساری دعائیں سکھائی گئی، اور بہت بڑی طاقت دعوت کی ہے۔ جتنا اللہ سے ہونے کو بولیں گے اور جتنا اللہ کی قدرت کو بولتے رہیں گے اور لوگوں کو اس کی دعوت دیتے رہیں گے، اور راتوں میں اٹھ کر اللہ سے رو کر دعائیں، راتوں میں خصوصاً اللہ سے دعائیں کرتے رہیں گے، اللہ تعالیٰ یہدی الیہ من ینیب، جو محتاج بن کر آتا ہے اللہ تعالیٰ اس کو ضائع نہیں کرتے۔ من تقرب الیہ شبرا تقربت الیہ ذراعا، ایک بارش کو جاتا ہے ایک ہاتھ اللہ جاتے ہیں، ایک ہاتھ کوئی جاتا ہے تو دو ہاتھ اللہ آتے ہیں، چل کر کوئی آتا ہے تو دوڑ کر آتے ہیں۔ یہ ہمارے سمجھانے کے لیے بتایا، ورنہ تو اللہ کتنا اپنے بندے سے قریب ہو جاتے ہیں۔ جب بندہ محتاج بن کر آتا ہے، ایک چھوٹا سا بچہ ہے، شیرخوار بچہ، دودھ پیتا بچہ، ماں کے گود میں رہتا ہے، کبھی ماں دیکھتی ہے کہ میرے بچے کو میرے سے کتنا تعلق ہے، ایک چاٹا مارتی ہے، بچے کو اپنے گود سے ہٹاتی ہے، تو بچہ روتے ہوئے پھر ماں ہی کے گود میں آتا ہے۔ کیوں؟ وہ جانتا ہے کہ میرا ماجا اور ماما میری ماں ہے، میرا ٹھکانہ یہی ہے۔ تھوڑا سا ہوشیار ہو گیا، اب ماں مارے تو باپ کے پاس چلا جائے، اور ہوشیار ہو گیا تو باپ مارے تو گھر چھوڑ کر چلا جائے۔ لیکن جب خالص ماں ہی کو پہچانتا ہے تو پھر ماں چومے تو بھی ماں کے گود میں، اور ماں چاٹا مارے تو ماں ہی کے گود میں۔ اللہ چاہتے ہیں میرا بندہ اس طرح میرا خالص ہو کر رہ جائے، کسی اور کی طرف اس کی نگاہ میں نہ جائے۔ ایسی عبادت دی اللہ نے جو ساری عبادتوں میں اہم عبادت ہے نماز، اور اس میں یہی تعلیم دی۔ ہمارے حضرت جی دعوت برکاتہ فرماتے ہیں کہ کم از کم جو نماز میں پڑھتے ہیں اس کو تو سمجھ کر پڑھے ہم۔ ایاک نعبد و ایاک نستعین، اے اللہ ہم تیری ہی عبادت کرتے ہیں، کیا مانے؟ تیرے ہی ہو کے رہ جاتے ہیں۔ وہ ایاک نستعین، ہم کسی اور کی طرف نگاہ نہیں کرتے، تجھ ہی سے مدد مانگتے ہیں۔ اذا سألت فاسأل اللہ وَإِذَا اسْتَعَنْتَ فَاسْتَعِنْ بِاللَّهِ، مانگو تو اللہ سے مانگو، مدد چاہو تو اللہ سے چاہو، تمہارے جوتے کا تسمہ بھی ٹوٹ جائے تو خدا سے مانگو، اللہ سے مانگو۔ تو اللہ نے سکھایا ہے، جیسے بچوں کو سکھاتے ہیں نا، اللہ اپنے بندوں کو سکھاتے ہیں، مجھ سے مانگو میرے بندو، لا صلاۃ الا بفاتحۃ الکتاب، اس کے بغیر تمہاری نماز نامکمل ہے۔ کیا ہے نماز میں؟ اللہ کون ہے سمجھایا گیا، اللہ کی بڑائی، اللہ کی کبریائی، اور وہ کتنا رحم کرنے والا ہے، الرحمن الرحیم، اور وہ قیامت کے دن کا بادشاہ ہے۔ پھر آگے کہا کہ جب ہماری شان یہ ہے تو ہماری ہی طرف آؤ، ایاک نعبد و ایاک نستعین، اور کیا مانگنا وہ بھی سکھایا، قربان جائے اللہ کے، ایاک نعبد و ایاک نستعین۔ اس کے بعد فرمایا اہدنا الصراط المستقیم، اے اللہ ہمیں سیدھا راستہ بتا دے۔ سیدھا راستہ اس کی بھی وضاحت کر دی اللہ نے، قربان جائے اللہ پر، کیا کریم اللہ ہے۔ فرمایا صراط الذین انعمت علیہم، ان لوگوں کا چلا راستہ جن پر اللہ نے انعام کیا، اور اللہ نے اس کی بھی وضاحت فرما دی، من النبیین والصدیقین والشہداء والصالحین وحسن اولئک رفیقا، وہ نبیوں کا راستہ، شہداء کا راستہ، صدیقین کا راستہ۔ اللہ رب العزت نے ہر مسئلے پر اللہ نے اپنے بندے کی رہنمائی کی۔ ബഹുമാന സ്നേഹിതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം വഴിയായി നമ്മുടെ ഹൃദയത്തിന്റെ കൈഫിയത്ത്, ഹൃദയത്തിന്റെ അവസ്ഥകളെ ഫിൽട്ടർ ചെയ്യാൻ, പരിശുദ്ധിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദുനിയാവിന്റെ എല്ലാ വസ്തുക്കളും അത് ഫിൽട്ടർ ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വെള്ളം അതൊരു സാധാ സീതാ വസ്തുവാണ്, പക്ഷെ അതിനെ ഫിൽട്ടർ ചെയ്യും, അതിനെ ശുദ്ധീകരിക്കും, അപ്പോൾ അതിന് പ്രിയം കൂടും, അതിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്.
നമ്മുടെ പഴയ കാലത്ത്, കുട്ടിക്കാലത്ത് വെള്ളം വാങ്ങുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. കാരണം വെള്ളം ആരും പൈസ കൊടുത്ത് വാങ്ങാറേ ഇല്ല. പക്ഷെ കാലഘട്ടങ്ങൾ മാറി, അതിൻ്റെ അവസ്ഥകൾ വ്യതിയാനങ്ങളായി. ആളുകൾ ഇന്ന് ഫുള്ള് പൈസ കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കണം. ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. കാരണം അതിൻ്റെ എല്ലാ അവസ്ഥകളെയും ശുദ്ധീകരിച്ചതാണ്. സാറുമാരെ, സ്നേഹന്മാരെ, ഇതേപോലെ ഹൃദയത്തിന് ഒരവസ്ഥകളുണ്ട്. നമുക്കറിയാം, ഫിൽട്ടറിങ് വന്നത് തന്നെ പല അവസ്ഥകളായി. ആളുകൾ തിങ്ങി താമസിക്കാൻ തുടങ്ങി, അതിൽ അഴുക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതാകുന്നത്. ഇതേപോലെ പാപങ്ങളുടെ കറകൾ വഴിയായി മനുഷ്യരുടെ ഹൃദയങ്ങൾ കറ പിടിച്ചു, ശരിയായ അവസ്ഥകളിൽ നിന്ന് മാറി. അതുകൊണ്ട് ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തണം. ആദൂറാത്തുകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കണം. ഹൃദയം ശുദ്ധിയാക്കേണ്ട അവയവമാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവണം. ഹൃദയത്തിൽ അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവണം. കറകളഞ്ഞ ഹൃദയം, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുക. സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനം ചെയ്യാത്ത ദിവസം ഇതൊന്നും പ്രയോജനം ചെയ്യില്ല. നല്ല പരിശുദ്ധമായ, സംശുദ്ധമായ, വളരെ കറകളഞ്ഞ ഹൃദയം, അതാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ രൂഢമൂലമായ വിശ്വാസം ഉണ്ടാവണം. അവനിലേക്ക് തിരിയണം. അവനാണ് എൻ്റെ എല്ലാം എല്ലാം എന്നുള്ള അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാവണം. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. കഴിഞ്ഞ പാപങ്ങളെ കുറിച്ച് ഖേദിക്കണം. അതാണ് ശരിക്ക് ഹൃദയത്തിന്റെ ഫിൽട്ടർ എന്ന് പറഞ്ഞത്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് തൗബ ചെയ്യുക, ഖേദിച്ച് മടങ്ങുക. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവന് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. തൗബ ചെയ്യുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു ചെറിയ കുട്ടി, പാല് കുടിക്കുന്ന ഒരു ചെറിയ കുട്ടി, ഉമ്മ പാല് കൊടുക്കുകയാണ്, ഉമ്മ കൊണ്ടെടുക്കുന്ന ഒരു ചെറിയ കുട്ടി. ആ കുട്ടി ഉമ്മ പരീക്ഷിച്ചു ഈ കുട്ടിക്ക് എന്താണ് എന്നോടുള്ള ഇഷ്ടമെന്ന്. ആ കുട്ടിക്ക് ചെറിയൊരു അടി കൊടുത്തു. എന്നിട്ട് ആ കുട്ടീനെ വിട്ടു നിർത്തി. എന്താ കുട്ടി ചെയ്യാം? ആ കുട്ടി കരഞ്ഞ് വീണ്ടും ഉമ്മയുടെ മടിത്തട്ടിലേക്ക് വരും. കാരണം ആ കുട്ടിക്കറിയാം, എനിക്കാകെ അഭയമായുള്ളത് ഉമ്മന്റെ മടിത്തട്ട് മാത്രമാണ്. എനിക്ക് പാല് തരുന്നതും, എന്നെ കൂട്ടിപ്പിടിക്കുന്നതും, എനിക്ക് മുത്തം തരുന്നതും, എന്നെ കൊണ്ടടക്കുന്നതും, എന്നെ വഹിക്കുന്നതും ഒക്കെ ഉമ്മയാണ്. കാരണം ആ കുട്ടിയുടെ ഹൃദയം നിഷ്കളങ്കമായ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ മറ്റൊന്നും കലർന്നിട്ടില്ല, മറ്റൊന്നും കയറിയിട്ടില്ല. പക്ഷെ കുട്ടി കുറച്ചുകൂടി വലുപ്പായി. കുട്ടിക്ക് ഉപ്പാനോട് കൂടി ഇഷ്ടം വന്നു. ഉമ്മ അടിച്ചാൽ നേരെ കുട്ടി ഉപ്പാന്റെ അടുത്തേക്ക് പോകും. ഉപ്പാന്റെ അടുത്തേക്ക് വേറെ ആളെയും കൂടി കിട്ടി, ഉപ്പാന്റെ അടുത്തേക്ക് പോകും. കുറച്ചും കൂടി വലുതായി കാര്യങ്ങളൊക്കെ ബോധ്യമായാൽ ഉപ്പ അടിച്ചാൽ പിന്നെ വീട്ടിൽ പുറത്തേക്ക് പോകും. വീട്ടിൽ പുറത്ത് പോയി. ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഖാലിസായി ഉള്ള മഹബത്ത് ഉമ്മനോടുണ്ടായ കാലം വേറെ ആരിലേക്കും തിരിഞ്ഞില്ല, ഉമ്മയിലേക്കാണ്. കാരണം എൻ്റെ അഭയകേന്ദ്രം എൻ്റെ ഉമ്മയാണ്. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇല്ലായ്മയിൽ ഉണ്ടാക്കി നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ വിട്ട് ഈ അടിമക്ക് എങ്ങോട്ട് പോകാനാണ്? ഈ അടിമ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. എന്തവസ്ഥകളിലും അവനെ ഏറ്റെടുക്കുന്നവൻ അവന്റെ റബ്ബാണ്. അള്ളാഹുവിലേക്ക് തിരിയണം, അവന്റെ മഹത്വം മനസ്സിലാക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിൽ അടിമ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിന്നോട് മാത്രം ഞങ്ങൾക്ക് സഹായം ചോദിക്കാനുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. എത്ര വലിയ വാക്കാണ് ഈ അടിമ പറയുന്നത്. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുന്നു. കാരണം എൻ്റെ എല്ലാ മടക്കവും നിന്നിലേക്കാണ്. എൻ്റെ മടക്കം നിന്നിലേക്കാണ്. നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ അല്ലാതെ ഒരാളും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ മടക്കം നിന്നിലേക്കാണ്. സ്വരമാരെ, അള്ളാഹുവിലേക്കുള്ള തിരിയൽ അള്ളാഹുവിന് എത്രത്തോളം വലിയ ഇഷ്ടം. അടിമയുടെ മടക്കത്തെ അള്ളാഹു ആഗ്രഹിക്കാൻ, അടിമയുടെ മടക്കത്തെ അള്ളാഹു ആഗ്രഹിക്കാൻ. ഹസരത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, മനുഷ്യൻ ചുരുങ്ങിയത് അവന്റെ നമസ്കാരത്തിൽ അവൻ എന്താണ് പറയുന്നത് എന്നെങ്കിലും അവനൊന്ന് അറിയട്ടെ.
എന്താണ് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചെയ്യുന്നു. ഞങ്ങൾക്ക് സഹായം ചെയ്യിക്കാൻ നീ മാത്രമേ ഉള്ളൂ, നീ അല്ലാതെ വേറെ ആരുമില്ല. അവൻ കരീമാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അർ-റഹ്മാൻ റഹീം ആണ്. എന്നിട്ട് എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഹിദായത്താണ്. അവിടെ നിങ്ങൾ എന്നോട് ഹിദായത്തിന് ചോദിക്കും. ലാ സലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫാത്തിഹയാണ്. ആ ഫാത്തിഹയിൽ നമസ്കാരത്തിൽ ചോദിക്കാൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ വഴി കാണിച്ചു തരണേ. ഞങ്ങൾക്ക് വഴി അറിയുകയില്ല, ഞങ്ങൾക്ക് നേരായ വഴി കാണിക്കണേ, ഹിദായത്ത് തരണേ പഠിച്ചവനെ. നമസ്കാരത്തിൽ അടിമ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം സഹായം എന്താണ് ഞാൻ ചോദിക്കുന്നത്? എനിക്ക് ഹിദായത്ത് തരണം, എനിക്ക് ഹിദായത്ത് തരണം. എനിക്ക് ഹിദായത്ത് തരണം എന്ന് ചോദിക്കാം. വയ്യാക ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്താണ് നേരായ മാർഗം അതുകൂടി പറയുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലെ നമ്മളാക്കണേ. നിനക്ക് ആരോടാണോ താല്പര്യമുള്ളത്, നീ ആരുടെ മേലാണോ നിന്റെ അനുഗ്രഹം ചെയ്യുന്നത്, നീ ആരെയാണോ തൃപ്തിപ്പെടുന്നത്, അവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ പഠിച്ചവനെ. الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. അതുകൂടി വിശദീകരിക്കുകയാണ് അല്ലാഹു. ആരുടെ വഴിയാണ്? നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ വഴികളിൽ നീ ഞങ്ങളെ ചേർക്കണേ പഠിച്ചവനെ. എല്ലാ അവസ്ഥകളിലും സഹോദരന്മാരെ അല്ലാഹുവിലേക്ക് തിരിയാൻ നമ്മളെ പഠിപ്പിച്ചു. ഒരവസ്ഥയിലും ഒരു സൃഷ്ടിയിലേക്കും തിരിയരുത്. ഹൃദയം അത്രത്തോളം പരിശുദ്ധമാവണം. അല്ലാഹുവിനെ മാത്രം ഓർമ്മിക്കുകയും അവനിലേക്ക് തിരിയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. മുഅ്മിൻ അവന്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നവനായി മാറണം. കാരണം ചോദിക്കുന്നത് ഇഷ്ടമുള്ളവനാണ് അവൻ. അല്ലാഹുവിനോട് മാത്രം ആവശ്യപ്പെടുന്നവർ, അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കുന്നവർ, സഹോദരന്മാരെ അതാണ് അല്ലാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിലേക്ക് തിരിയുന്നവർ, അല്ലാഹുവിനോട് ചോദിക്കുന്നവർ, അവർക്ക് അല്ലാഹു എന്തായാലും നൽകും. അതുകൊണ്ട് ദഅവത്തിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ സൃഷ്ടികളിൽ നിന്ന് മാറി സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് തിരിയണം. അവന്റെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹുവിൽ നിന്ന് വാങ്ങുന്നവരായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാ ദുആകളും പഠിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കും, അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരും. मेरे दोस्तों, घर की सफाई हमको समझ में आती है कि घर को साफ करते हैं, झाड़ू देते हैं, धोते हैं। अगर खुदा ना खास्ता खेल तमाशों में लगकर घर की सफाई छोड़ दी और कूड़ा कबाड़ा घर में जमा होना शुरू हो गया, हफ्ते गुजर गए, क्या होगा? कूड़ा कबाड़ा जमा होते होते हो सकता है उसमें कीड़े पतंगे आ जाए, छोटे मोटे सांप बिच्छू आ जाए, तो फिर क्या होगा? घर वाले को मौका पाकर सांप डसेगा, बिच्छू डंक मारेगा, तो क्या कि जान के लाले पड़ जाएंगे। अगर खुदा न खास्ता हमने अपने दिल का फिल्टर न किया और दिल को कूड़ा कबाड़े से पाक न किया, तो फिर ये रूहानी सांप और बिच्छू आ गए और इसने हमको डस लिया सांप और डस मार दिया, तो वहां तो जान के लाले पड़े, यहाँ ईमान के लाले पड़ेंगे। और जब जागेंगे रोएंगे, क्या हो गया? अब रोने से क्या फायदा है? हत्ता इज़ा जा अहदहुमुल मौत क़ाल रब्बि इरजिऊन लअल्ली अअमलु सालिहन फीमा तरक्त कल्ला इन्नहा कलिमतुन हुवा क़ाइलुहा व मिन वराइहिम बरज़खुन इला यौमि युबअसून। अब करने से क्या होगा मेरे दोस्तों? निगरानी करना और इसकी पूरी निगहदाश्त करना। अल्लाह रब्बुल इज्जत ने फरमाया अल्लज़ीना आमनू व लम यल्बिसू ईमानहुम बिज़ुल्म उलाइका लहुमुल अम्न।
اس لیے رسول پاک صلی اللہ علیہ وسلم نے ارشاد فرمایا ایمان کو ایمان کی علامتوں سے سمجھو. اذا سرت کا حسنت وساءت کا سیئت فانت مومن. صبح میں مؤذن نے کہا الصلاۃ خیر من النوم، بیدار ہو گئے، میرے رب کا بلاوا ہے. مسجد کی طرف چلے، نماز پڑھی، خوشی ہوئی نماز پڑھ کر، سب اولا میں آئے، تکبیر تحریمہ کے ساتھ شریک ہوئے. التکبیرۃ الاولی خیر من الدنیا وما فیہا. نماز پڑھی، خوشی ہے اندر سے، تو فرمایا یہ ایمان کی علامت ہے. نماز پڑھ کر خوشی ہو رہی ہے، بڑھیا نماز پڑھ کر. الوضوء علی المکارہ، سخت سردی ہے، ٹھنڈا پانی ہے، وضو کر رہے ہیں، اچھی طرح وضو کر رہے ہیں. کیا اچھی طرح وضو کروں گا کہ میرے اعضائے وضو قیامت میں چمکتے دمکتے ہوں گے. حضرت ابو ہریرہ رضی اللہ تعالیٰ نے جب یہ حدیث سنی حضور پاک صلی اللہ علیہ وسلم سے، تو بجائے پونیوں تک دھونے کے بغل تک دھوتے تھے. پوچھا گیا ابو ہریرہ یہاں تک تو پونیوں تک تو دھونا ہے، یہ بغل تک کیا؟ میں چاہتا ہوں کہ میرا پورا ہی ہاتھ قیامت میں چمکتا رہے. اللہ اکبر. خوشی ہو نیکی کر کے. کوئی محتاج آ گیا، حاجت مند آ گیا، اپنے گاڑی پسینے کی کمائی اس کو دی اور اندر سے خوشی ہے، چلو میں کسی کے کام آ گیا. مہمان آ گیا، صحابی کیا تھے، رات کے مہمان آ گئے. ایمان کی علامت ہے من کان یؤمن باللہ والیوم الآخر فلیکن ضیفا. اب ایک ہی کا کھانا تھا لیکن ایمان تھا، ایمان تھا. تو ایمان نے کہا کہ آج جو بچوں کو کھلانے کا تم نے طے کر لیا تھا، بھوکے سو جائیں گے، بچوں کو کھلائیں گے، اب اس کی بھی قربانی دو. مہمان آ گیا ہے، ایمان ہے. بچوں کو ماں باپ بھوکا سوتے دیکھ نہیں سکتے، لیکن ایمان کا تقاضا تھا. بچے روتے رہے، بہلا کر پھسلا کر سلا دیا. اب میزبان ٹھیک ہے، رات کا وقت ہے، بیوی گھر میں رہیں گی پردے میں، میزبان کے بغیر مہمان بیٹھیں گے نہیں. اور اللہ کے نبی کا ارشاد ہے فَلْيُكْرِمْ، اکرام کرو. آدھا وہ کھائیں گے، آدھا یہ کھائیں گے، اکرام کہاں ہوگا؟ جو ہے مہمان کھا لیں. اب میزبان کے بغیر بیٹھیں گے نہیں، تو سمجھ میں نہیں آ رہا تھا. بیوی سے مشورہ کیا. یہ کہتے ہیں عورتوں کا دینی ذہن بنانا ضروری ہے. عورتوں میں گھروں کی تعلیم ہوگی اور اس کو ترتیب کے ساتھ اللہ کے راستے میں نکالنا ہوگا. اللہ کی ذات سے امید ہے کہ گھروں کا ماحول دیندار بنے گا. ماں کہہ رہی ہے بیٹی دودھ میں پانی ملا، بیٹی کہہ رہی ہے یہ تو دھوکہ ہے، امیر المومنین نے منع کیا. ماں کہہ رہی ہے کہ بیٹی امیر المومنین کہاں دیکھ رہے، رات کا وقت ہے. بیٹی نے کہا امیر المومنین تو نہیں دیکھ رہے امی جان، اللہ تو دیکھ رہا ہے. تو کیا اس کا معنی یہ ہے کہ بیٹی میں تقویٰ تھا، ماں میں نہیں تھا؟ نہیں، ماں نے اپنے گھر کا جو ماحول بنایا تھا تقوی کا، اب دیکھ رہی ہے غیر محسوس طور پر امتحان لیتی ہے بیٹی کا کہ میری بیٹی میں اللہ کا ڈر کتنا آیا ہے. اس ڈر کے ساتھ جس گھر میں جائے گی وہ گھر کو چمکا دے گی. چنانچہ انہوں نے اپنے اہلیہ سے مشورہ کیا. بیوی نے کہا اس میں سوچنے کی بات کیا ہے، رات کا وقت ہے، چراغ درست کرنے کے بہانے سے چراغ بجھا دینا. تم بیٹھے رہو اور مہمان سمجھے کہ میزبان بھی کھا رہے ہیں، وہ کھا کر چلے جائیں گے. اور پھر جب ایمان ہوتا ہے نیکی کر کے کسی کو پتہ نہ چلے، میرا اللہ راضی ہو جائے، وہ راضی ہوگا، مسئلہ حل ہو جائے، کسی کو پتہ نہ چلے. حضرت عمر رضی اللہ تعالیٰ عنہ کا زمانہ ہے، ایک مارکا ہوا، کچھ شہید اس میں ہوئے. شہداء کی فہرست حضرت عمر رضی اللہ تعالیٰ عنہ کی طرف سے حاصل بنا رہے تھے. ایک کے پاس پہنچے، تھوڑی سی زندگی کی رمق واقع کی ہوئی تھی. انہیں سے پوچھا بھائی تمہارا نام کیا ہے؟ کیونکہ شہداء کے گھروں کو بیت المال سے وظیفہ جاتا ہے. انہوں نے کہا کیا بات ہے؟ کیا تمہارا نام امیر المومنین کو دینا ہے؟ امیر المومنین کے لیے جان نہیں دے رہے، جس کے لیے جان دیتے ہیں وہ ہمارا نام جانتا ہے. کیوں نکل گئی؟ حاصل حضرت عمر رضی اللہ تعالیٰ عنہ کے خدمت میں فہرست لایا اور کہا امیر المومنین نام تو سب آ گئے لیکن ایک نام باقی رہ گیا.
اور انہیں کی زندگی کی رمق باقی تھی. ہم نے ان سے پوچھا کہ بھائی بتاؤ نام کیا ہے؟ اس نے پوچھا کیوں؟ کہ امیر المومنین کو دینا ہے. امیر المومنین کے لیے جان نہیں دے رہے. جس کے لیے جان دیتے ہیں وہ ہمارا نام لیتا ہے. وہ نکل گئی. حضرت عمر رضی اللہ تعالیٰ عنہ زارو خطاب رونے لگے. عمر نہ جانے تو کیا ہوا، عمر کا اللہ تو بہتر جانتا ہے. تو جب ایمان آتا ہے کام عمل کرتا ہے بندہ، کانوں کان کسی کو خبر نہیں ہوتی. حضور صلی اللہ علیہ وسلم نے فرمایا کسی ایمان والے پر فاقہ ہے، کسی کو ظاہر نہ کرے، اس کے اور خدا کے درمیان راز ہے. ایک دن گزرا، اسی طرح دوسرا دن گزرا، اسی طرح تیسرا دن بھی گزر گیا. چوتھے دن سے اللہ کے ذمے ہے ایسے ایمان والے کے لیے 1 سال کے لیے حلال روزی کا دروازہ کھول دے. ایک صحابی کے گھر میں فاقہ ہے کہ ہمارے فاقہ کسی پر ظاہر نہ ہو. انہوں نے ایسا کیا، بیوی سے کہا چولہا چلا دو. دھواں اٹھے گا، پڑوس سمجھیں گے ہاں یہ گھر میں کچھ پکڑا ہے تبھی تو چولہا جل رہا. اور فرمایا چکی پیس، کچھ نہیں تھا چکی میں. آواز سن کر پڑوس سمجھیں گے ہاں آٹا نکل رہا ہے اور تندور میں روٹیاں پک رہی ہیں، ہاں یہ گھر کھاتا پیتا ہے. یہ اس لیے کیا کسی کو پتہ نہ چلے، چنانچہ کہہ کر چلے گئے. اللہ بھی تو اللہ ہے، اللہ چھوڑتے نہیں دوستو. خدا کے راستے میں 4 مہینے گئے، 5 مہینے گئے، اپنا مال خرچ کیا. کیسی کس حالت میں لوگ جا رہے ہیں. کوئی اسکوٹر بیچ کر جاتا ہے، کوئی گھر بیچ کر جا رہا ہے. ہمارے ہاں ایک صاحب تھے، ان کا گزارا اپنی سائیکل پر، پیچھے ایک ڈبہ تھا اس میں چیزیں رکھی تھیں، وہ بیچتے پھرتے تھے. فیری کا کاروبار. جب سال کا وقت آتا تو وہ سائیکل ہی بیچ دیتے اور اللہ کے راستے میں جاتے. جب اپنا وقت پورا کر کے آتے پھر اللہ اس سے بڑھیا سائیکل دلا دیتا. اللہ بھی تو اللہ ہے. ان تنصروا اللہ ینصرکم. چنانچہ خداوند قدوس چھوڑیں گے اپنے بندے کو، چھوڑیں گے. کہا کہ چکی پیس اور چولہا سلگا دے، کہہ کر چلے گئے. تھوڑی دیر کے بعد بیوی نے چکی پیستے پیستے دیکھا تو آٹا گر رہا. جا کے تندور کو دیکھا روٹیاں پک رہی ہیں. کچھ دیر میں صحابی آ گئے، پوچھا یہ کیا ہے؟ کیا آپ نے جیسے کہا میں نے کیا، یہ خود بخود ہو رہا. تو سیدھے حضور صلی اللہ علیہ وسلم کی خدمت میں گئے اور اپنا ہاتھ سنایا. انہوں نے چکی روکنا چاہا، رکی نہیں. صحابی نے روکنا چاہا، رکی نہیں. آخر اوپر کا پارٹ اٹھا کر رکھ دیا، تب جا کر رکی. سیدھے حضور صلی اللہ علیہ وسلم کے پاس خدمت میں گئے اور یہ ہاتھ سنایا. حضور صلی اللہ علیہ وسلم فرمایا اللہ تمہارے حال پر رحم کرے، اگر تم چکی کا پارٹ نہ اٹھائے ہوتے چکی چلتی رہتی اور قیامت آ جاتی. اللہ کی مدد ہے میرے دوست اور بزرگوں. اللہ اپنے وعدے میں سچا اور پکا ہے. لا یخلف المیعاد. جو اس کے دین پر جمے گا اللہ تعالیٰ اس کی دنیا کی بھی حفاظت کریں گے. وہ کیسے کریں گے وہ اللہ جانتا ہے. സഹോദരന്മാരെ സ്നേഹിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട പരിശ്രമമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മളെ വീട് അതിനെ നമ്മൾ വൃത്തിയാക്കാറുണ്ട്, തുടക്കും അടിക്കും, അടിച്ചുവാരി അതിനെ വൃത്തിയാക്കും. ഒരാൾ കളിതമാശകളിൽ ഏർപ്പെട്ടു, അയാളുടെ വീടിനെ വൃത്തിയാക്കാൻ മറന്നുപോയി. പിന്നെ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാലങ്ങളെ കൊണ്ട് ഒരുപാട് ചപ്പു ചവറുകൾ നിറഞ്ഞു, വൃത്തികേടായി. പിന്നെ വൃത്തികേടുകളിൽ കീടങ്ങളുണ്ടാവും, പ്രാണികളുണ്ടാവും. അതിനെ പിടിക്കാൻ വേണ്ടി ചെറുതും വലുതുമായ തേളുകളും പാമ്പുകളും മറ്റൊക്കെ വരും. എത്രത്തോളം അയാളുടെ സ്വന്തം വീട്ടിൽ ആ പാമ്പ് അയാളെ കുത്തും, അയാളുടെ മരണത്തിന് കാരണമാവും. സഹോദരന്മാരെ സ്നേഹിതന്മാരെ, ഇതേപോലെ തിന്മകളുടെ കറകൾ വഴിയായി ഹൃദയങ്ങൾ ദുഷിച്ച് ആ മനുഷ്യന്റെ ജീവിതം, അവന്റെ ഈമാനും അവന്റെ എല്ലാം നശിക്കാൻ അത് കാരണമായി. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അവരുടെ ഈമാന്റെ അവസ്ഥ എന്താണ്? അവർ അക്രമങ്ങളെ കൊണ്ട് അവരുടെ ഈമാനെ നശിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ സഹോദരന്മാരെ അത് പരിശുദ്ധമായതാണ്. അതിന് പരിശുദ്ധമായ സാഹചര്യം ആവശ്യമാണ്. പാപങ്ങൾ അത് ചെയ്ത് തൗബയില്ലാതെ അതിനെ കഴുകിക്കളയാതെ ഹൃദയങ്ങൾ ദുഷിച്ച മനുഷ്യർ, പിന്നെ ആ മനുഷ്യർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. വഴികേടുകളിലേക്കും നരകത്തിലേക്കും ആ മനുഷ്യർ ചെന്നെത്തുന്നതാണ്.
അതുകൊണ്ട് ഈമാനിനെ അതിനെ സംരക്ഷിക്കുക, അതിനെ വളർത്തുക, അതിനെ ശുദ്ധിയാക്കുക, അതിനു വേണ്ടിയിട്ടാണ് ദഅവത്തിന്റെ മുബാറക്കായ പരിശ്രമം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ഈമാനിനെ നിങ്ങൾ അതിന്റെ അലാമത്തോടു കൂടി മനസ്സിലാക്കി, ഈമാനിനെ അതിന്റെ അലാമത്തോടു കൂടി, അതിന്റെ അടയാളങ്ങളെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി. എന്താണ് ഈമാന്റെ അടയാളം? നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ നിങ്ങളെ അത് സന്തോഷിപ്പിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ അത് നിങ്ങളെ ദുഃഖിപ്പിക്കും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിന്റെ ശരിയായ അളവ്, അയാൾ നന്മ ചെയ്താൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവും. എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവും. മനുഷ്യൻ അവനെന്തെങ്കിലും അവന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന്, അവൻ അധ്വാനിച്ച് ഉയർപ്പൊലിപ്പിച്ചുണ്ടാക്കിയ അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അതിലവന് വലിയ സന്തോഷം ഉണ്ടാവും. അവനാരും കാണാതെ നൽകിയതാണ്, പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ ഉപകാരത്തിന് എന്നെ കൊണ്ട് സാധിച്ചല്ലോ, അവന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. നന്മകൾ ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷമായിരിക്കും. എന്ന് മസ്ജിദിൽ നിന്ന് കേട്ടു. അയാൾ എഴുന്നേറ്റു, അയാൾ മസ്ജിദിലേക്ക് വന്നു, അയാൾ നടന്നു വന്നു, അയാൾ ഒന്നാമത്തെ സഫിൽ നമസ്കരിച്ചു, തക്ബീറത്തുൽ ഊലയോട് കൂടി നമസ്കരിച്ചു. സാറുമാരെ, സ്നേഹിതന്മാരെ, ആ മനുഷ്യൻ വലിയ സന്തോഷം ഉണ്ടാവും, അവന്റെ മനസ്സിൽ വലിയ കുളിർമ ഉണ്ടാവും. കാരണം അവൻ നന്മ ചെയ്തു. അവൻ നന്മ ചെയ്തതിന്റെ പേരിൽ അവന് സന്തോഷം ഉണ്ടാവും. ഇതേപോലെ തണുപ്പ് സമയത്ത് തണുപ്പ് സമയത്ത് വുളൂ ചെയ്യുക, അത് ആ മനുഷ്യന് വലിയ സന്തോഷം ഉണ്ടാവും. ഉറങ്ങുന്നവരുണർത്തിക്കോ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒന്നുണർത്തിക്കോ. കഴിഞ്ഞ ദിവസം സൂര്യനെ കുറിച്ച് വെയിലായി, ഇനി എവിടേക്ക് ഉറങ്ങാനാണ്? തണുപ്പ് കൂടിയില്ലേ? അതുകൊണ്ട് തണുപ്പ് സമയത്ത് വുളൂ ചെയ്യൽ അത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുമായിരുന്നു. വുളൂവിൽ കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കഴുകണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, പക്ഷെ അദ്ദേഹം കക്ഷം വരെ കഴുകുമായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കക്ഷം വരെ കഴുകിയാൽ നാളെ മഹ്ശറിൽ ആ ഭാഗം വരെ പ്രകാശിക്കുമെന്ന്. അതുകൊണ്ട് അമലുകളിൽ സന്തോഷം ഉണ്ടാവുക, അമലുകളിൽ സന്തോഷം ഉണ്ടാവുക. അവന്റെ സമ്പാദ്യം അത് അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തീർക്കുക, പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കുക, അതിൽ സന്തോഷം ഉണ്ടാവുക. ഒരാൾ ആഹരിപ്പിച്ചു, ഒരാവശ്യമെന്ന് ചോദിച്ചയാൾ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തു, അതിൽ അയാൾക്ക് നിർവൃത്തി ഉണ്ടാവുക, അത് ഈമാനിന്റെ അടയാളമാണ്. അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ഒരു സഹാബി വന്നു, ഒരാൾ വന്നിട്ട് ചോദിച്ചു മസ്ജിദിൽ, എനിക്ക് എന്തെങ്കിലും ഭക്ഷിപ്പിക്കണമെന്ന്. ഒന്നുമില്ലാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ സൽക്കരിക്കാൻ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ മക്കൾക്കുള്ള ആഹാരം മാത്രമേ. സാറന്മാർ പറഞ്ഞു, മക്കളെ ഉറക്കാൻ വേണ്ടി പറഞ്ഞു. സ്വന്തം മക്കളെ പട്ടിണിക്ക് ഉറക്കുന്നതിൽ സന്തോഷം ഉണ്ടാകാം. അല്ലാഹുവിന് വേണ്ടി അവന്റെ അടിമയെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഉറക്കുക. അതിഥികളോട് ബഹുമാനം കാണിക്കുക, അതിഥിയോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ്. ഈമാനുള്ളവർ അതിഥി ഇരിക്കാതെ ഇരിക്കൂല. കാരണം മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അവൻ അവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. അതിഥിയുടെ കൂടെ ഇരുന്നാൽ കഴിക്കാൻ ആകെ അല്പാഹാരമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ കഴിക്കും? അങ്ങനെ ഭാര്യയോട് ആലോചിച്ചു. ഭാര്യയിൽ ദീനുണ്ട്. സർമരം വീട്ടിൽ ദീനുണ്ടായാൽ അവർ നമ്മുടെ ദീനിന്റെ സഹായികളായി മാറും. അതുകൊണ്ടാണ് വീടുകളിൽ തഅലീം നടത്തണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെയും കൊണ്ട് യാത്ര ചെയ്യണം. അങ്ങനെ അവരിൽ ഈമാൻ ശക്തമാകുമ്പോൾ അവർ നമ്മുടെ ദീനിന്റെ സഹായികളായി മാറും. മദീനയിലെ വീടുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു സ്ത്രീ അവരുടെ കുട്ടി, അവരുടെ മകൾ, പ്രായപൂർത്തിയായ മകൾ പാല് കറന്നു. പാൽ അല്പം കുറവാണെന്ന് പറഞ്ഞപ്പോൾ, പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ
ആ പെൺകുട്ടി പറഞ്ഞു ഉമ്മയോട്, ഉമ്മ അമീറുൽ മുഅ്മിനീൻ ഈ കാര്യം നിരോധിച്ചതാണ് എന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ ഈ സമയത്ത് അമീറുൽ മുഅ്മിനീൻ എങ്ങനെ അറിയാനാണെന്ന്. ആ സമയത്ത് മോൾ പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും അമീറുൽ മുഅ്മിനീൻ റബ്ബായ അല്ലാഹു കാണുന്നുണ്ട്. സാർമാർ, സത്യത്തിൽ ആ സ്ത്രീക്ക് ഉമ്മക്ക് ഈമാനില്ലാത്തതിന്റെ പേരിലല്ല, സ്വന്തം മകൾക്ക് തർബിയത്ത് നൽകുകയായിരുന്നു. ഈ മോൾ ഈമാനുമായി ഏത് വീട്ടിൽ പോയാലും ആ വീട് പ്രകാശിക്കും. ഇതേ അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ സ്ത്രീകളിൽ അവരിൽ ദീനുണ്ടാവുമ്പോൾ മക്കളിൽ ദീനുണ്ടാവും. അതുകൊണ്ട് ആ സ്ത്രീയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ആ സ്ത്രീ പറഞ്ഞു, രാത്രിയല്ലേ, നമുക്ക് വിളക്കണക്കാം. വിളക്കണച്ചാൽ പിന്നെ എന്താണ് കഴിക്കുന്നത് എന്ന് ആരും അറിയില്ല. നിങ്ങൾ കഴിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നാൽ മതി. മാത്രവുമല്ല, ഈ രാത്രിയുടെ ഇരുളിൽ ചെയ്യുന്ന അമൽ ഒരാളും അറിയുകയില്ല. അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമൽ സർവരെ ഈമാനിന് വലിയ സന്തോഷം ഉണ്ടാക്കും. ഈമാൻ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അമൽ ചെയ്യാൻ സാധിച്ചാൽ സർറത്ക, അത് നിന്നെ സന്തോഷിപ്പിക്കും. ആ നന്മ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ അത് ഈമാന്റെ അലാമത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് അവരെ ഭക്ഷണം കഴിപ്പിച്ചു. സാർമാർ, സ്നേഹമാരെ, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരേത് അവസ്ഥയിലായിരുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ജിഹാദ് നടന്നു. അന്ന് ശുഹദാക്കളുടെ പേരുകൾ എഴുതി വെക്കാറുണ്ടായി. കാരണം ശുഹദാക്കൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് അവർക്ക് അവരുടെ വീടിന്റെ, അവരുടെ ഭാര്യ മക്കളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ തുക നൽകപ്പെടാറുണ്ടായി. അങ്ങനെ അതിനുവേണ്ടി ആളുകളെ നിശ്ചയിക്കാറുണ്ട്, അവരുടെ പേര്, അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഒരാളെ അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ പോകാറായിട്ടുണ്ട്. ഒരല്പ സമയത്ത് ആയുസ് കൂടിയിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലെത്തി മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച് നിൽക്കുന്ന സന്ദർഭം അദ്ദേഹത്തിനോട് മരിക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് എൻ്റെ പേര്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജോലിക്കാരനാണ്, ശുഹദാക്കളുടെ പേരെഴുതാൻ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പേരാവും ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ആ അല്പസമയം ജീവൻ ബാക്കിയുള്ളപ്പോഴും ആ സഹാബി പറഞ്ഞു, ഞാൻ എൻ്റെ ജീവൻ ഉമറിന് വേണ്ടി നൽകുകയല്ല, ഞാൻ എൻ്റെ ജീവൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് നൽകുന്നത്. എന്നെപ്പറ്റി എൻ്റെ റബ്ബിന് വ്യക്തമായിട്ട് അറിയാം. എന്നെപ്പറ്റി എൻ്റെ റബ്ബിന് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും അവർ ചെയ്യുന്ന അമലുകൾ അവർ അവരുടെ റബ്ബിന് വേണ്ടിയിട്ടായി, അവരവരുടെ അല്ലാഹുക്ക് വേണ്ടിയിട്ടായി. അവരുടെ അമലുകളിൽ അവർ അല്ലാഹുവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ചു. അവർ മറ്റൊന്നും കൊതിച്ചില്ല. അവസാന സമയത്ത് ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബിന് വേണ്ടി. അവിടെ സാർമാരെ, സ്നേഹമാരെ, അമലുകൾ ചെയ്യുമ്പോൾ മനസ്സിന് നിർവൃത്തി ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും. അത് അല്ലാഹുക്ക് വേണ്ടി മാത്രമാവാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും, അല്ലാഹുക്ക് വേണ്ടി മാത്രമാവാൻ. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അവൻ്റെ മുഴുവൻ അമലുകളും, മുഴുവൻ കർമ്മങ്ങളും, മുഴുവൻ ചെയ്തികളും എല്ലാം അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് അമലുകളിൽ അല്ലാഹുവിന്റെ തൃപ്തി. എന്തമൽ ചെയ്താലും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ പോയി, ഒരാളുടെ ജീവിതം ഉണ്ടായിരുന്നു, അത് അല്പം ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ മറുപടിയാണ് പറഞ്ഞത്, ഞാൻ ഉമറിന് വേണ്ടിയിട്ടല്ല എൻ്റെ ജീവൻ നൽകുന്നത്, ഞാൻ ജീവൻ നൽകുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അവനവൻ്റെ പട്ടിണി, അവൻ്റെ പ്രയാസത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹദീസിലുണ്ട്, ഒരാൾ പട്ടിണി കിടന്നു, ആരെയും അറിയിച്ചില്ല. അയാൾ പട്ടിണി ആരെയും അറിയിച്ചില്ല.
അയാൾ പട്ടിണി അള്ളാഹ്ക്ക് വേണ്ടി കിടന്നു. എന്നാൽ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം അവന്റെ ഒരു വർഷത്തെ ഹലാലായ റിസ്ക് അള്ളാഹു അവന് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ കടമയാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദത്തെ ലംഘിക്കുന്നവനല്ല. പക്ഷെ അള്ളാഹുവിലേക്ക് മാത്രം അവന്റെ പട്ടിണി, അവന്റെ വിഷമം, അവന്റെ ബുദ്ധിമുട്ട് ഒരാളെയും അറിയിക്കാത്ത നിലയിൽ അള്ളാഹുവിന് മാത്രമായി. ഒരു സഹാബി പട്ടിണിയായി, വീട്ടിലൊന്നുമില്ല. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കും. അടുപ്പിലെ പുക പൊന്തുന്നത് കണ്ടിട്ട് അയൽവാസികൾ മനസ്സിലാക്കട്ടെ ഇവിടെ എന്തെങ്കിലും ആഹാരം പാചകം ചെയ്യുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കട്ടെ. മാത്രമല്ല, ആട്ടുകല്ല് അതിനെ കറക്കിക്കൊണ്ടിരിക്കണം. അത് കറങ്ങുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, ആ കല്ലുകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം ഉണ്ടാവും. അത് ശബ്ദിക്കട്ടെ. അത് ശബ്ദിക്കുമ്പോൾ അയൽവാസിക്ക് മനസ്സിലാവും ഇവിടെ എന്തോ അരക്കുന്നുണ്ട്, ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന്. സത്യത്തിൽ ഒന്നുമില്ല. കുറച്ചു കഴിഞ്ഞു ആ സഹാബി വന്ന് നോക്കുമ്പോൾ ആട്ടുകല്ലിൽ നിന്ന് മാവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരവരുടെ പാത്രങ്ങളൊക്കെ നിറച്ചു. അതിനുശേഷം അവർ എവിടുന്നാണ് ഇത് വരുന്നതെന്ന് അറിയാൻ ആട്ടുകല്ലിന്റെ ആ ഒരു പാർട്ട് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് പൊട്ടിച്ചു. അതോടുകൂടി അത് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലെത്തി, ഞങ്ങളോട് കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു എന്നോട് കരുണ ചെയ്യട്ടെ, നീ എങ്ങാനും അത് പൊക്കി നോക്കിയിട്ടില്ലെങ്കിൽ അത് കറങ്ങി ഖിയാമത്ത് നാൾ വരെ കറങ്ങി. കർമ്മരെ അള്ളാഹുവിനെ മാത്രം ഒരാളൊന്നും ആഗ്രഹിക്കാതെ, ഒരാളൊന്നും പ്രതീക്ഷിക്കാതെ പട്ടിണിയിലും പ്രയാസത്തിലും അള്ളാഹുവിന് വേണ്ടി സഹിച്ചു കഴിയുന്നവർ, എൻ്റെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും പൂർത്തിയാക്കി തരുന്നവൻ അള്ളാഹുവാണെന്ന നിലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു ഇന്നും കാര്യങ്ങൾ നടത്തിക്കൊടുക്കും. അവൻ കഴിവുള്ളവനാണ്. അവൻ എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ്. മനാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു. അയാൾ സൈക്കിളിൽ ഒരു ബോക്സ് വെച്ചിട്ട് കുറച്ച് വസ്തുക്കൾ വാങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഗലികളിലൂടെ സഞ്ചരിച്ച് അതിങ്ങനെ വിൽക്കും. പാവപ്പെട്ടൊരു മനുഷ്യൻ. പക്ഷെ അയാളുടെ വർഷത്തിൻ്റെ പുറപ്പെടലിൻ്റെ സമയമാകുമ്പോൾ അയാൾ ആ സൈക്കിൾ അടക്കം വിൽക്കും. എന്നിട്ട് ആ തുകയായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. അയാൾ സമയം കഴിഞ്ഞ് തിരിച്ചു വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുതിയ സൈക്കിൾ. അള്ളാഹു ഖാദിറാണ്, അള്ളാഹു കഴിവുള്ളവനാണ്, ഇന്നും കഴിവുള്ളവനാണ്. ഒരടിമ അവന്റെ മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിലേക്ക് വെക്കുമ്പോൾ ആ അടിമനെ സഹായിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. നിങ്ങൾ അള്ളാഹുവിനെ, അവന്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. സർവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ എല്ലാ അവസ്ഥയിലും അവൻ സഹായിക്കുന്നവനാണ്. അവനാണ് എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരുന്നവൻ. ഇതാണ് നമ്മുടെ യഥാർത്ഥമായ ഈമാൻ. ഈമാനിനെ അതിന്റെ അലാമത്തിലൂടെ മനസ്സിലാക്കി കാണുന്നത്. അമൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ താല്പര്യം ഉണ്ടാവുക, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവുക, അത് ഈമാന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാവണം. എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ മതിയായവനാണ് എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ ഇന്നും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി. मेरे दोस्तों, जो जान मान अल्लाह के लिए लगाते हैं, अल्लाह ने कुरान में उनके ईमान वाला होने की गवाही दे दी है। उलाइका हुमुल मुमिनून हक्का फरमाया कि तहकीक वो ईमान वाले हैं। उलाइका हुमुस सादिकून, वो सच्चे हैं कि अल्लाह ताला ने जिस मकसद के लिए जान और माल दिया है और ईमान से नवाजा है, उन्होंने उसको सच कर दिखाया है। इसीलिए शेख साहब फरमाते हैं, मेरा जी चाहता है कि मैं राह खुदा में जाऊं, मेरी नाक कटे, मेरे हाथ कटे, मेरे पैर कटे, मैं कल क़यामत में उठाया जाऊं और अल्लाह पूछे, मेरे बंदे सब क्यों हुआ? मैं कहूँ, अल्लाह तेरे लिए हुआ। ये सहाबा का जज्बा था। बल्कि सहाबा की जो औरतें थी, उनके जो बच्चे गोद में दूध पीते बच्चे,
जैसे हमारे बच्चे छोटे बच्चे होते हैं, जब रोते हैं तो माँ लोलियाँ देती है। साहबा इकराम की औरतें उनके बच्चों को जब रोते हैं तो लोलियाँ देती थी, उसमें चंद अरबी के अशआर पढ़ती थी। उसका मफहूम ये था, मेरा नन्हा मुन्ना, मेरे आंखों का तारा, मेरे जिगर का पारा, आज का छोटा कल को बड़ा होगा, जवान बनेगा, अल्लाह इसको कुव्वत बाजू अता करेंगे और अल्लाह दीन के तकाजे पर ये जाएगा और सीना सिपर होकर खड़ा होगा। कोई चीज आएगा, मेरे बेटे के सीने को छलनी करता हुआ निकलेगा, मेरा बेटा अल्लाह के नाम और काम पर जान दे देगा, तो मैं कल शहीद के माँ के नाम से पुकारी जाऊंगी। इस शहादत के शौक में औरतों ने अपने बच्चों को पाला है और जवानों ने अपनी जवानी को कुर्बान किया है और बूढ़ों ने अबू अय्यूब अंसारी रज़ियल्लाहु ताला अन्हु कहा कि खरजतु फी सबीलिका हय्यन व मय्यतन, ऐ अल्लाह मैं तेरे रास्ते में जिंदा भी चलना चाहता हूँ, मर के भी चलना चाहता हूँ। 92 साल की उम्र है और उनकी मौत अल्लाह के रास्ते में हो रही है। मेरे मोहतरम दोस्तों, मौलाना इलियास रहमतुल्लाह अलैह ने यही फरमाया, क्या 40 दिन, क्या 4 महीने, क्या 5 महीने, शौक शहादत के साथ अल्लाह के रास्ते में चलो। दी हुई जान अल्लाह की है, माल अल्लाह का है, सब कुछ अल्लाह ने दिया है, उसको अल्लाह के दीन पर लगाना ये अल्लाह को बहुत पसंद है। इसके लिए मेरे दोस्तों हिम्मत करके बताओ, जिनके 4 महीने से 3 मरतबा लग चुके या 1 मरतबा भी बेरून गए हैं, वो सारे साथी अल्लाह की जात पर भरोसा करके खुले खर्च के साथ अल्लाह के रास्ते में जाने के लिए हिम्मतें करो इरादे से। സാറുമാരെ സ്നേഹന്മാരെ, ഈ അള്ളാഹു നമ്മളെ പരിപാലിക്കുന്നവനാണ്, നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. നമുക്ക് ജീവനും സമ്പത്തും എല്ലാം നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് അവന്റെ വഴിയിൽ ചെലവഴിക്കുക, അള്ളാഹു നൽകിയ ശരീരം അവന്റെ വഴിയിൽ ചെലവഴിക്കുക. അവരെ കുറിച്ച് അള്ളാഹു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധർ എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹു നൽകിയതാണ്, ശരീരം അള്ളാഹു നൽകിയതാണ്. ഇത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനുള്ളതാണ്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്ത്, ശരീരം, കഴിവുകൾ, യോഗ്യതകൾ അത് മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവാക്കി. അവരെത്രത്തോളം ആഗ്രഹിക്കാൻ തുടങ്ങി, ശരീരം ജീവൻ കൊടുത്താൽ പോരാ, ശരീരത്തിൽ ഓരോ അവയവങ്ങൾ കൊടുക്കണം. എൻ്റെ കൈകൾ മുറിക്കണം, എൻ്റെ വിരലുകൾ മുറിക്കണം, എൻ്റെ ചെവികൾ മുറിക്കണം, എൻ്റെ മൂക്ക് മുറിക്കണം, എൻ്റെ കാലുകൾ മുറിക്കണം. എന്നിട്ട് നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നീ നിന്റെ കൈ എവിടെ, നിന്റെ മൂക്ക് എവിടെ, ചെവി എവിടെ ചോദിക്കുമ്പോൾ അല്ലാഹ് നിന്റെ തൃപ്തിക്ക് വേണ്ടി അതൊക്കെല്ലാം മുറിക്കപ്പെട്ടു എന്ന് പറയാൻ നീ എനിക്ക് അവസരം തരണേ എന്ന് സഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്തു. സഹാബാക്കളുടെ മാനസികാവസ്ഥ ഇതായിരുന്നു, ഇത് തന്ന അള്ളാഹ്ക്ക് മുഴുവൻ കൊടുക്കണം. ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ, കുട്ടികളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതായിരുന്നു. സ്ത്രീകൾ അവരുടെ കുട്ടികളെ അവർ താലോലിച്ച് കുളിപ്പിച്ച് അവർ തൊട്ടിലിട്ട് പാട്ട് പാടാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പാടി ഉറക്കാറുണ്ട്. ഇതേപോലെ സഹാബി വനിതകൾ അവരുടെ മക്കളെ പാട്ട് പാടി ഉറക്കുന്ന പാട്ടുകളിൽ ചില പാട്ടുകളുണ്ട്. അതിന്റെ ആശയം ഇതാണ്, ദാ എൻ്റെ പൊന്നാര മോൻ, എൻ്റെ കുട്ടി, എനിക്ക് സ്നേഹമുള്ള എൻ്റെ മകൻ, എൻ്റെ സ്നേഹമുള്ള മകൻ, ഈ മകനെ, മോനെ നീ ഇന്ന് കുട്ടിയാണ്, നാളെ നീ വലുതാകും, പിന്നെ നീ യുവാവാകും, അതിനുശേഷം നീ ശക്തനാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും. നിന്റെ ശരീരത്തിൽ അമ്പുകൾ തറക്കും. നീ അള്ളാഹുവിന് വേണ്ടി നിന്റെ രക്തവും നിന്റെ ശരീരവും നീ അർപ്പിക്കും. അങ്ങനെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവും. ഞാൻ ഒരു ഷഹീദിന്റെ ഉമ്മയായി നാളെ മഹ്ശറയിൽ ഉണ്ടാവും. സഹോദരന്മാരെ, സ്നേഹന്മാരെ, ചെറിയ കുട്ടിയെ പാട്ടുപാടി വളർത്തുന്നത് ഇതാണ്. ആ ഉമ്മ മകനെ വളർത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടി വളർത്തുകയാണ്. സഹോദരന്മാരെ, വയസ്സായ സ്ത്രീകൾ, വയസ്സായ ആണുങ്ങൾ എല്ലാവരും ഇതേ അവസ്ഥയിലായിരുന്നു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ വാർദ്ധക്യാവസ്ഥയിൽ പുറപ്പെട്ടു. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവനെ, ഞാൻ നിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും പുറപ്പെട്ടിരിക്കുകയാണ്. സാർമാരെ, മരിച്ചാൽ ജനാദ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. വാർദ്ധക്യാവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും എല്ലാം നൽകണം. സാർമാരെ, നമ്മൾ ഒറ്റ ആലോചിക്കും, ഈ ശരീരം എന്റേതല്ല, ഈ ജീവൻ എന്റേതല്ല, ഈ സമ്പത്ത് എന്റേതല്ല, ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയതാണ്. ഇതൊരു അമാനത്താണ്, ഇത് താൽക്കാലികമായി തന്നതാണ്. ഇതെന്താണ് ഇതിന് ബാക്കിയുള്ളത്? സാർമാരെ, നമ്മളിത് കഴിഞ്ഞുപോയി, തീർന്നുപോയി.
ഇനി ബാക്കിയുള്ളത് നമ്മൾ ആഖിറത്തിന് വേണ്ടി ചെലവാക്കിയ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. ഇതിനൊന്നും ആവശ്യമുള്ളതുപോലെ തോന്നും, പക്ഷെ ഇത് ദുനിയാവിന്റെ വസ്തുക്കളിൽ ചെലവഴിച്ച് തീർക്കാനുള്ളതല്ല. ഇത് ദുനിയാവിന്റെ വസ്തുക്കളിൽ ചെലവഴിച്ച് തീർക്കാനുള്ളതല്ല, ഇത് അല്ലാഹുവിലേക്ക് അയക്കാനുള്ളതാണ്. ഇത് നമുക്ക് സമ്പാദ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു അവസ്ഥ തീർന്നു. എങ്ങനെ തീർന്നു ജീവിതം എന്ന് സ്വന്തമായി ആലോചിക്കും. എത്ര നമ്മൾ അള്ളാഹ്ക്ക് നൽകിയെന്ന് ആലോചിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള സമയം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഹിമ്മത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്കെന്റെ റബ്ബ് മതി, അവൻ എന്റെ പ്രശ്നത്തിൽ ഇടപെടും, എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്ന ഉറപ്പോടു കൂടി ആരും 3 പ്രാവശ്യം 4 മാസം ഈ നമ്മുടെ ഇന്ത്യയിൽ ചിലവാക്കിയവർ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വിദേശ രാജ്യത്ത് യാത്ര ചെയ്തവർ, അങ്ങനെയുള്ള ആൾക്കാർ ഇൻഷാ അല്ലാഹ് 5 മാസത്തേക്ക് തുറന്ന ചെലവുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ തയ്യാറാണെന്ന് ഹിമ്മത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, മനസ്സിന്റെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹം വെച്ച് എഴുന്നേറ്റാൽ സഹോദരന്മാരെ അള്ളാഹു ഉറപ്പായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹിമ്മത്തോടു കൂടി, ധൈര്യത്തോടു കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ 5 മാസത്തേക്ക് തയ്യാറുള്ള ആളുകൾ എഴുന്നേറ്റോളൂ. खड़े हो जाएगा, खड़े में जितने लोग हैं अल्लाह के नाम पर भरोसा करके खड़े हो जाए, खड़े हो जाए। 3 मरतबा 4 महीने लग गए. 5 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പോകാൻ 3 പ്രാവശ്യം 4 മാസം പോയവർ, 1 പ്രാവശ്യം മുൻപെങ്കിലും വിദേശത്ത് പോയവർ, അങ്ങനെയുള്ള ആരും സാറുമാരെ ഇരിക്കണം. अल्लाह आपको तरक्की देना चाहता है, आगे बढ़ जाए. നിങ്ങൾ അല്ലാഹു ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കല്ലേ, നിങ്ങളുടെ മനസ്സിൽ കൊതിയുണ്ടെങ്കിൽ എങ്ങനെ നടക്കുന്നു ചിന്തിക്കല്ലേ. നമ്മളെ റബ്ബ് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ്. ഹിമ്മത്തിൽ എഴുന്നേറ്റോളൂ സാറുമാരെ. ഇത് എഴുന്നേക്കാനുള്ള സമയമാണ് സാറുമാരെ. ഈ നിയ്യത്ത് കൊണ്ട് നിങ്ങൾ വേറെ എവിടെ പോയിട്ട് കാര്യമില്ല. എഴുന്നേറ്റോളി. ആഗ്രഹമുള്ളവർ ഇത് അവസ്ഥ